ഇന്ന് അന്തർധാരയിൽ നമ്മോടൊപ്പം ഉള്ളത് ആം ആദ്മിയുടെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസനാണ്. ഇദ്ദേഹത്തോട് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പം കേരളത്തിൽ പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഇടതും വലതും മടുത്തു, നമ്മൾ മാറി മാറി കുത്താറുണ്ട്, പുതിയ പാർട്ടികൾ വരണമെന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു പുതിയ പാർട്ടിയായിട്ടും നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഒരു ശക്തി തെളിയിക്കുകയും ഒരു ഭരണ മികവ് കാണിക്കുകയൊക്കെ ചെയ്ത ഒരു പാർട്ടി ആയിട്ട് കൂടി കേരളത്തിൽ ആം ആദ്മി പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഒരു ശക്തമായ ഒരു മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള പോലെ ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കാത്തത്? അല്ല, അത് ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം ഭരണ മികവ് കാണിച്ചൊരു പാർട്ടി തന്നെയാണ്. ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയാണ്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടി അല്ല, ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയാണ്. എല്ലാ സ്റ്റേറ്റിലും സംഘടനാ സംവിധാനമുണ്ട്, എല്ലാ സ്റ്റേറ്റിലും അതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ആം ആദ്മി പാർട്ടിയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം വിശ്വസിക്കുന്നവരും നിങ്ങളുടെ പാർട്ടി കൊള്ളാം എന്ന് പറയാറുണ്ട്. നമ്മൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തദ്ദേശ ഇലക്ഷൻ പോയി വോട്ട് ചോദിക്കുന്ന സമയത്ത് ഒരാൾ പോലും നമ്മുടെ മുഖത്ത് നോക്കി നമ്മളുടെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ അധികാരത്തിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ അതാണല്ലോ അങ്ങ് ചോദിച്ച ചോദ്യം. പാർട്ടി എല്ലായിടത്തും ഉണ്ട്, പാർട്ടി ഇഷ്ടപ്പെടുന്നവരുണ്ട്, അരവിന്ദ് കെജ്രിവാളിന് ഇഷ്ടമാണ്. പക്ഷേ ജനാധിപത്യ രീതിയിൽ അധികാരത്തിലേക്ക് വരണമെങ്കിൽ അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ കഴിയുള്ളൂ. സംഘടനാപരമായി പാർട്ടി ശക്തിപ്പെടുത്തി ആൾക്കാരുടെ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട്. ഇപ്പം ഒരു കാലത്ത് ഞാൻ എപ്പോഴും ഇപ്പോൾ എൻ്റെ പാർട്ടി പ്രവർത്തക സുഹൃത്തുക്കളോട് പറയും, നമ്മളൊരു തുടക്കകാലത്ത് ഡൽഹിയിലെയും പഞ്ചാബിലെയും വികസന നേട്ടം പറഞ്ഞാണ് നമ്മൾ വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത്. അതായത് ഡൽഹിയിൽ അത് കൊടുത്തു, പഞ്ചാബിൽ ഇത് കൊടുത്തു എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചുകൊണ്ടിരുന്നു. ഇനി അത് കഴിയില്ല. ആ ചോദ്യം അവിടെ നിന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ അവിടെ അത് ചെയ്ത് പ്രൂവ് ചെയ്തു. ഇതൊരു ആശയമാണ്, ഇതൊരു പ്രൊഡക്റ്റാണ്, ഒരു എന്താ പറയുക, ഒരു ബാനറാണ്. ഒരു ബാനറിൽ നമ്മൾ സിനിമ എന്ന് പറയുന്നത്, ഒരു ബാനറിൽ ഒരു സിനിമ സൃഷ്ടിച്ച് അത് വിജയിച്ചാൽ പിന്നീട് ആജീവനാന്തം ആ ബാനറിലെ സിനിമകൾ വിജയിക്കണം എന്നില്ല. പിന്നീട് പുതിയ സിനിമ വരണം എന്ന് പറയുന്നത് പോലെയാണ്. ഇതൊരു ആം ആദ്മി എന്ന് പറയുന്ന ഒരു ആശയം, ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിൽ നിങ്ങൾ കേരളത്തിൽ അതിനെ എങ്ങനെ സെല്ല് ചെയ്യും എന്നത് അപേക്ഷിച്ചാണ് അതിൻ്റെ വളർച്ച ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ ചില പോരായ്മകളും അതിലേക്ക് എത്താനുള്ള പ്രശ്നങ്ങളും സംഘടനാപരമായിട്ടുള്ള ചില പരിമിതികളൊക്കെ തന്നെ കൊണ്ടാണ് കേരളത്തിൽ അത് അതിവേഗം വളരാത്തത്. പക്ഷേ ഒരു കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ ഡൽഹിയിൽ ഈ പാർട്ടി ഉണ്ടായ സമയത്ത് ഭയങ്കരമായൊരു ബൂമിങ് കേരളത്തിലുണ്ടായിരുന്നു. ഒരുപാട് ജനങ്ങൾ ഇതിലേക്ക് വന്നിരുന്നു. പെട്ടെന്ന് അവർ കൊഴിഞ്ഞു പോയി. അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 50,000 പുറത്ത് വോട്ടുകളൊക്കെ ലോക്സഭയിൽ ഞാനിപ്പോൾ എറണാകുളത്തിലിരിക്കുന്നു. ഇവിടെ 50,000-ലധികം വോട്ടുകൾ ലോക്സഭയിൽ വാങ്ങിച്ച കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവർ പോലും ഇപ്പോൾ പാർട്ടിയിൽ സജീവമല്ല. ഇപ്പോൾ CR നീലകണ്ഠൻ സാർ എറണാകുളം ബേസ്ഡ് ആയ ആളാണ്, പാർട്ടിയിൽ സജീവമല്ല. സാറാ ജോസഫ് മാഡം കേരളത്തിൽ. പക്ഷെ അതൊക്കെ ചില വ്യക്തിപരമായ വിയോജിപ്പുകൾ നമുക്കുണ്ട്. പക്ഷെ എന്നാൽ പോലും അവരൊന്നും സജീവമല്ല. അതെങ്ങനെ സംഭവിക്കുന്നു? അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ആ സാഹചര്യം നമ്മൾ വഴിയെ ഈ സംസാരത്തിൽ തന്നെ അത് പറഞ്ഞു പോകാൻ ഞാൻ ചോദിക്കും. അപ്പോൾ എൻ്റെ ഉത്തരം അതാണ്. അങ്ങനെ ഒരു ജനാധിപത്യ രീതിയിൽ അല്ലെങ്കിൽ ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാൽ മാത്രമേ, ജയിക്കാനുള്ള സംവിധാനത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അവിടേക്ക് എത്തും പതുക്കെ. ഇപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പം ട്രഡീഷണൽ പാർട്ടികളുടെ ഒരു സ്ട്രക്ചറും അവരുടെ ഒരു അറേഞ്ച്മെൻറ്റും നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ താഴെത്തട്ടിൽ അധികാരം വീതിച്ചെടുക്കാൻ അവർക്കൊരു സംവിധാനമുണ്ട്. വളരെ ചെറിയ ഒരു പാർട്ടി പ്രവർത്തകന് കിട്ടുന്ന ചില പ്രിവിലേജസ് തൊട്ട് മുകളിലോട്ട് പോകുമ്പോൾ അധികാര സ്ഥാനങ്ങളും അതിനൊപ്പം വരുമാനവും ഒക്കെ കിട്ടുന്ന ഒരു സംവിധാനം ഇപ്പോൾ LDFിലായാലും UDFിലായാലും എസ്റ്റാബ്ലിഷ്ഡ് ചെറിയ പൊളിറ്റിക്കൽ പാർട്ടീസിന് പോലും പല രീതിയിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലോട്ട് കയറിയാലേ ഇത് സാധ്യമാവുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ? അധികാരം വീതിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിനെ ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്സിനെ നന്നായി കാണുന്ന ഒരാളല്ല ഞാൻ. അതായത് അങ്ങനെ ചോദിച്ചു, അതായത് എനിക്കിവിടെ നിന്നാൽ ഇത് കിട്ടും, പവർ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ മേലോട്ട് കയറി എനിക്കിത് കിട്ടും. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു നേഷൻ ബിൽഡിംഗ് ആണ്, അല്ലേ? ഞാൻ ഇപ്പോൾ അറിയാലോ, നമ്മൾ ആദ്യം കാണുന്നത് ഞാനൊരു പ്രൊഫഷണൽ ഇതിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നിങ്ങളൊരു പ്രൊഫഷണൽ ടൈം പൊളിറ്റീഷ്യൻ എന്നതിലല്ല ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. പ്രൊഫഷണലായ പൊളിറ്റീഷ്യനായിട്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പലരും എന്നെ പറയുന്നത് പ്രൊഫഷണൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളെന്ന് പറയുമ്പോൾ ഞാൻ അതിനെ തിരുത്താറുണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് പ്രൊഫഷണലായ പൊളിറ്റീഷ്യൻ നിലയിൽ തന്നെയാണ്. വരുമാനം തൊഴിലിൽ നിന്നും, ആ വരുമാനം എനിക്ക് സർവീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് അങ്ങയോട് സംസാരിക്കുന്നത് എൻ്റെ എഫേർട്ടാണ്. എനിക്കെന്തെങ്കിലും കിട്ടിയിട്ടോ അല്ലെങ്കിൽ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ ആ പൊളിറ്റിക്സിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആം ആദ്മി പൊളിറ്റിക്സും അങ്ങനെയാണ്. ഇപ്പോൾ നാഷണൽ ലെവൽ ആം ആദ്മി ലീഡേഴ്സിനെ നോക്കും. അവരാരും ഈ താഴേക്കിടയിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് മോഹിച്ചു വന്നവരല്ല. അവരൊക്കെ അവരുടെ ഉന്നതമായ ജോലിയും
അല്ല ഉന്നതമായ പദവിയും വരുമാനങ്ങളും കളഞ്ഞിട്ട് ഒരു രാജ്യത്തെ എൻ്റെ മുമ്പിൽ നടക്കുന്ന അഴിമതികൾ അല്ല എൻ്റെ മുമ്പിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ഞാൻ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്ന ചോദ്യത്തിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്സിൻ്റെ കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആം ആദ്മിയുടെ സംസ്കാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് പക്ഷേ സമയമെടുക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങ് ചോദിച്ചു ഘടനാപരമായിട്ടുള്ള മറ്റു പാർട്ടികളുടെ ഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ ശരിയാണ്. ഇപ്പം കേരളത്തിൽ ഇടതുപക്ഷമാണെങ്കിൽ ഇപ്പം ജനങ്ങളെന്ന് പറയുന്നത് കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ആ സംഘടനാ സ്ട്രക്ചറിൽ ഇപ്പം CPM പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ ഇലക്ഷനിൽ അവർ അമ്പേ പരാജയപ്പെട്ടതിൻ്റെ കാരണം നമുക്കൊക്കെ അറിയാം. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഭരണ രീതിയോട് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനുള്ള വെറുപ്പാണ്. അല്ലാതെ കോൺഗ്രസ്സുകാർ ചെയ്തോ മഹത്തരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ല ഈ വോട്ട് കിട്ടിയത്. പക്ഷേ അവിടെ ആണെങ്കിൽ പോലും വെരി നെക്സ്റ്റ് ഡേയിൽ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും നേതാക്കന്മാരും ഞങ്ങൾ തിരിച്ചു വരും, ഞങ്ങൾക്കതിന് കഴിയുമെന്ന് പറയാനുള്ള ആർജവവും ശേഷി അവർക്ക് എവിടെ നിന്നാണ് വരുന്നത്? നേരത്തെ പറഞ്ഞ ആ സംഘടനാ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ സംഘടനാ സ്ട്രക്ചർ ഒരു സ്ഥലത്ത് ഉണ്ടാവുകയും പക്ഷേ ആ സംഘടനാ സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ അതെനിക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടിയുള്ളതല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ വെൽഫെയർ റൊമാൻറ്റിക് പൊളിറ്റിക്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും ഇഷ്ടം. പുതിയ ജെൻസി പൊളിറ്റിക്സ് അതാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിലേക്ക് എത്ര നാളുകൊണ്ട് എത്താൻ സാധിക്കുമെന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. ഇതിപ്പം നമ്മൾ കേരളം പോലൊരു സ്ഥലം, പ്രത്യേകിച്ച് ഇപ്പം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു സക്സസ്. അപ്പം ആ സമയത്തൊക്കെ ഒരുപക്ഷെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അജ്ഞതയൊക്കെ കൊണ്ടാവാം ഞാനും ഒക്കെ വിചാരിച്ചിട്ടുണ്ട് അടുത്ത തവണ ഇലക്ഷൻ വരുമ്പം കേരളത്തിൽ ആം ആദ്മി പൊളിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചു എന്ന് പറയുന്നത് മാത്രമല്ല അതിനകത്തെ പോയിന്റ്. ധാരാളം ആളുകൾക്ക് അതിനോട് നല്ലൊരു താല്പര്യം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരു നല്ല സ്ഥാനാർത്ഥി ഉണ്ട് വോട്ട് ചെയ്യാനും ഒക്കെ ആളുകൾ വില്ലിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റിയിലോട്ട് വരുമ്പം നമ്മളെപ്പോഴും ഒരു സേഫ് ചോയ്സിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇത്രയും പ്രബുദ്ധതയുള്ള മലയാളിയാണെന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രബുദ്ധത കാണിക്കുന്നില്ലേ എന്നുള്ള ഒരു സംശയം ഇല്ലേ? അല്ല, നമ്മൾ ചേഞ്ചിന് വേണ്ടിയില്ല. നമ്മളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പൊളിറ്റിക്കലി വളരെ സെൻസിബിളായൊരു സമൂഹമാണെന്ന് നമ്മൾ പറയും. ഞാനതിനെ അങ്ങനെ തന്നെയാണ്, ഞാൻ കുറ്റം പറയല്ല, നമ്മൾ വോട്ട് ചെയ്യുന്ന മനുഷ്യരെ കുറ്റം പറയല്ല. പക്ഷെ എന്നാൽ പോലും പലപ്പോഴും ഒരു ഇലക്ഷനിലേക്ക് അടുക്കുമ്പോൾ അവരെ സ്വാധീനിക്കുന്നത് കഴിഞ്ഞ 5 വർഷത്തെ തീരുമാനങ്ങളോ ഒന്നും അല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ 1 by 1 ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പം നമ്മളൊരു അമേരിക്കൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ യൂറോപ്യൻ പൊളിറ്റിക്സ് എടുത്താൽ അവർ ആ കാൻഡിഡേറ്റിനെ ഇത് സംസാരിക്കും. അവരെ ഓരോരുത്തരെയും പറ്റിയും അവർ കൃത്യമായ ധാരണ. പക്ഷെ ഞാനിവിടെ എപ്പോഴും കാണുന്നത് കഴിഞ്ഞ 5 വർഷത്തെ 1 by 1 ആയിട്ട് നമ്മൾ നിന്ന് പ്രസംഗിച്ച ഇത് പറഞ്ഞത് ശരിയാണെന്ന് പറയും. പക്ഷേ ഇലക്ഷൻ്റെ ആ വോട്ടിംഗ് സമയമെത്തുമ്പോൾ തൊട്ട് മുമ്പിൽ സംഭവിക്കുന്ന ചില വൈകാരിക വിഷയങ്ങളിൽ അടിമപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. നമ്മുടെ ജനങ്ങൾ അതായത് വോട്ടിംഗ് വിഷയത്തെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ എല്ലാവരും അത്തരം വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യും. അതിപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഒരു കള്ളൻ കയറി മോഷ്ടിച്ചു, അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു കള്ളൻ കയറി മോഷ്ടിച്ചു എന്നതിൽ അപ്പുറത്തേക്ക് ഒരു പ്രാധാന്യം ഉണ്ടാകേണ്ട ഒരു വിഷയമല്ലല്ലോ അത്. പക്ഷെ അത് ഒരു സംസ്ഥാനത്തെ തന്നെ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് പുഷ് ചെയ്യപ്പെടുവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ജനത്തിന് അതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇപ്പം ആ പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കുന്നവർ BJP വോട്ട് ചെയ്യുന്നവരായിരിക്കും. അതിനി എത്ര അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയോ കള്ളനെ പിടിച്ചാകാതെ ലോകത്തിട്ടൊന്നും ആ വോട്ടുകൾക്ക് മാറ്റം വരാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഈ പുതിയതായിട്ട് ആരും ഈ വിഷയം കൊണ്ടൊന്നും ഒരു പാർട്ടി മാറ്റി കുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഒരു പബ്ലിക് ഡിസ്കോഴ്സിൽ ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ആ വിഷയത്തിൽ തന്നെ നോക്കും. കഴിഞ്ഞ ഇപ്പം അതിനകത്ത് കുറേ പേരെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഒരാൾക്ക് ജാമ്യം കിട്ടി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു. അവർക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ടോ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം അകത്ത് കിടന്ന് വിചാരണ നേരിട്ട് ശിക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒരാളെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്നു? എനിക്ക് തോന്നുന്നില്ല. ശിക്ഷിക്കപ്പെടാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്താ പറയും? ഇതെല്ലാം 420L എന്ന് പറയുന്ന ഒഫൻസുകൾ ശിക്ഷിക്കപ്പെടാൻ കണ്ണിൽ കാണുന്ന ഒഫൻസ് അല്ലല്ലോ. ഡോക്യുമെൻ്റ് വെച്ച് അളവുകൾ വെച്ച് ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഫോറൻസിക് റിപ്പോർട്ട് പോലും പ്രോപ്പറായി എത്തിക്കാൻ കോടതി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊന്നും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. ഇത് ഈ ഇലക്ഷൻ്റെ അപ്പുറത്തേക്ക് ഒരു ചർച്ച പോലും ഉണ്ടാകത്തില്ല. പക്ഷേ യഥാർത്ഥ പ്രശ്നങ്ങൾ എത്ര പ്രശ്നങ്ങൾ അപ്പുറത്തുണ്ടെന്നറിയാം. ആ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് കേൾക്കാൻ ആൾക്കാർക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ഇപ്പോൾ ഒരു പബ്ലിക്കിനോട് ഇപ്പോൾ നമ്മൾ 1 to 1 സംസാരിക്കുകയാണെങ്കിൽ പറയും ശരിയാടേന്ന് പറയും. പക്ഷേ ഇവൻ വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തുന്നതിന് തൊട്ട് തലേ ദിവസം ഉണ്ടാകുന്ന ഒരു അറസ്റ്റ് അല്ല ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ ഗിമിക്സിൽ നമ്മളൊരു മോബ് ഫീലിങ്സിൽ പോയി വോട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് സഹിക്കേണ്ടി വരുന്നത്. അതിപ്പോൾ നമ്മുടെ മീഡിയയും ആ ഒരു കാര്യം വരുമ്പോൾ നമ്മളെ എല്ലാം പരാജയപ്പെടുത്തുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 4ാം തൂണാന്നൊക്കെ പറയുമെങ്കിലും ഇപ്പം വന്നിട്ട് അവർ ഒരു തൂണും അല്ലാത്തൊരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ ഓടിക്കുന്നത്. അപ്പം
ഇപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ ഒരു പുതിയ തലമുറയിലോട്ട് നോക്കി, ജെൻസി തലമുറയിലോട്ട് നോക്കി, അവർ ഈ മീഡിയ ഒന്നും കൺസ്യൂം ചെയ്യുന്നില്ല. കാരണം അവർക്ക് ഇതിനകത്ത് യാതൊരുവിധ തരത്തിലുള്ള ഒരു റിലേറ്റബിൾ കാര്യവും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇപ്പം ഒരു സ്ത്രീപീഡനമായാലും അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കേസായാലും ഇതൊന്നും അവരെ ബാധിക്കുന്നതായോ ഞങ്ങൾ ഇടപെടേണ്ടതായോ ഉള്ള ഒരു വിഷയമായിട്ട് അവർ കാണുന്നില്ല. അപ്പോൾ ആ ജനറേഷൻ ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞ് അവർ വോട്ട് ചെയ്യുന്ന, ഇപ്പോൾ ഒരു സെക്കൻഡ് ടൈമൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലോട്ടൊക്കെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അവർക്കുള്ളത്രയും ഒരു പ്രബുദ്ധത പോലും എനിക്ക് തോന്നുന്നില്ല ഈ ഇച്ചിരൂടെ ഏജ്ഡ് ആയിട്ടുള്ള നമ്മൾ കാണിക്കുന്നുണ്ടെന്ന്. അപ്പം ഇപ്പം ഈ വരുന്ന ഇലക്ഷനിൽ പോലും ഒരു UDF അവരുടെ ഒരു മികവ് കൊണ്ട് വോട്ട് നേടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അത് LDF-നോടുള്ള ഒരു വിരോധം കൊണ്ട് ഇപ്പുറത്ത് കുത്തുന്നു. LDF-നോട് തന്നെ വിരോധമുണ്ടോ എന്ന് എനിക്കറിയില്ല. പിണറായി വിജയനോടുള്ള എന്തോ ഒരു ദേഷ്യം, അതാണ് അതൊരു വലിയൊരു ദേഷ്യത്തിലാണ് ഈ മൊത്തമുണ്ട്. അല്ലാതെ UDF എന്തെങ്കിലും വികസന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും തരത്തിലുള്ള വികസന ചർച്ചകൾ നടത്തിയിട്ടൊന്നുമില്ല. എത്ര വിഷയങ്ങളിൽ നമുക്കറിയാം, VD സതീശൻ നന്നായി സംസാരിക്കുന്ന ആളാണ്. നിയമസഭയിൽ വിഷയങ്ങൾ വരുന്നത്, ആ നിയമസഭയിൽ വരുന്ന വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചു. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഭരണം എടുത്താൽ ഏതെങ്കിലും, ഞാൻ ചലഞ്ച് ചെയ്യാണ് VD സതീശനെ, കോൺഗ്രസിനെ ചലഞ്ച് ചെയ്യുന്നു, ഏതെങ്കിലും ജനകീയ വിഷയങ്ങളിൽ, അതായത് തൊഴിലവസരത്തിൽ, വൈദ്യുതി വർധന വിഷയത്തിൽ, അല്ലെങ്കിൽ വെള്ളക്കരം കൂട്ടിയതിൽ, അതല്ലെങ്കിൽ പോലീസിൻ്റെ അട്രോസിറ്റിയിൽ, അങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ, ഒന്നും വേണ്ട പാതിയുടെ തട്ടിപ്പിൽ, സഹകരണ ബാങ്കിൽ കൊള്ള ചെയ്തുകൊണ്ട് പോകുന്നു, ഏതെങ്കിലും വിഷയത്തിൽ ഇപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയൊക്കെ പോയിട്ട് ശബരിമല വിഷയത്തിലൊക്കെ ഒരു വിശ്വാസ സംഗമ റാലിയൊക്കെ നടത്തിയല്ലോ. അതുപോലെ സമരവും, പൊളിറ്റിക്സിൽ സമരവും ആവശ്യമാണല്ലോ. സ്ട്രീറ്റ് പൊളിറ്റിക്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഉണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ കോൺഗ്രസ് എടുത്ത ജനകീയ സമരം, ജനകീയ ബദൽ സമരങ്ങൾ ഏതാണ്? അത് ഒരെണ്ണം ഉണ്ടോ? എൻ്റെ ശ്രദ്ധയിലില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം, പലപ്പോഴും പാർട്ടിക്കുള്ളിൽ വലിയ ജനാധിപത്യമൊന്നുമില്ല. ഇപ്പം നേതാക്കന്മാരെ തീരുമാനിക്കുന്നതായാലും ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നിടത്തൊന്നും എനിക്ക് തോന്നുന്നില്ല യാതൊരു വിധത്തിലുള്ള ഒരു പാർട്ടി പ്രവർത്തകരുമായിട്ടൊരു കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട്. ഉണ്ടെന്നൊക്കെ പറയുമെങ്കിലും ഒരു സീക്രട്ട് ബാലറ്റ് വെച്ച് തിരഞ്ഞെടുപ്പ് നടത്തി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന പരിപാടിയൊന്നും നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ അത് ആം ആദ്മി പാർട്ടിയിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? അല്ല, ആം ആദ്മി പാർട്ടി ജനാധിപത്യ ഭരണഘടന മുമ്പോട്ട് പോകുന്ന ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരു ആശയം മുമ്പോട്ട് വെക്കുകയും ചെയ്തൊരു പാർട്ടിയാണ്. അപ്പോൾ പലപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ ആശയം എന്താണെന്ന് ചോദിക്കുന്നവർക്ക് കൃത്യമായ ഉത്തരം പറയാനുണ്ട്. പക്ഷേ അത് പലപ്പോഴും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ അതേ വെയിറ്റേജിലില്ല. അല്ല, സിമ്പിളായിട്ട് ചോദിച്ചാൽ വിനോദ് മാത്യു വിൽസൺ ആം ആദ്മി പാർട്ടി പ്രസിഡന്റ് ആയത് എങ്ങനെയാണ്? ജനാധിപത്യ രീതിയിലല്ല. അല്ല, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാണെങ്കിൽ അങ്ങനെയല്ല. അതായത് അങ്ങ് ചോദിച്ചത് താഴെയുന്ന് പ്രവർത്തന മികവിൽ നിന്ന് ആൾക്കാർ കൂടി, അതിനകത്ത് ജാതി, മതം, വർണ്ണം, വർഗം ഇത് നോക്കാതെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഒരാളെ മുമ്പോട്ട് കൊണ്ട് അതല്ല ജനാധിപത്യം. ഞാൻ ചോദിച്ചത് രജിസ്റ്റേർഡ് പാർട്ടി മെമ്പേഴ്സ്, ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ രജിസ്റ്റേർഡ് മെമ്പേഴ്സ് എന്തെങ്കിലും ഒരു ജനാധിപത്യ രീതിയിലാണോ താങ്കളെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത്? അല്ല, ആ ജനാധിപത്യ രീതിയിൽ ചില മനുഷ്യരോട്, കേരളത്തിലെ ഒരു പാർട്ടി സംവിധാനം ഫ്രീസ് ചെയ്യപ്പെട്ടതിന് ശേഷം നാഷണൽ കമ്മിറ്റിയിൽ നിന്ന് ചില ആൾക്കാർ വന്നു, ആൾക്കാരോട് ചോദിച്ചു, ചില പേരുകൾ ചോദിച്ചു. അത്തരം പേരുകളിൽ പാർട്ടിയുടെ പ്രവർത്തകർ എൻ്റെ പേര് മുമ്പോട്ട് വെച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ പൂർണ്ണാർത്ഥത്തിൽ, അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു പ്രസിഡൻ്റ് അല്ല ഞാനത് അഡ്മിറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, ഒരു തർക്കവുമില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഒരു എന്താ പറയുക, ഒരു മൂവ്മെൻ്റായിട്ട് വന്നൊരു പാർട്ടിയാണ്. അതായത് വലിയൊരു വിഷയത്തിൻ്റെ പുറത്ത് കുറേ ആൾക്കാർ കൂടി ഒരു മൂവ്മെൻ്റായിട്ട് മുമ്പോട്ട് വന്നൊരു പാർട്ടി. ഞാൻ ഇപ്പോഴും ആം ആദ്മിയെ കാണുന്നത് ആ മൂവ്മെൻറ്റ് എന്ന രീതിയിൽ തന്നെയാണ്. ഇന്ത്യയിലെ ഒരു മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റിൽ ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് ആ ജനാധിപത്യ സംഘടനാ സംവിധാനം ക്രമപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. ഒറ്റയടിക്കും സാധിക്കത്തില്ല. കാരണം ഈ പറയുന്ന രീതിയിൽ പാർട്ടി പ്രവർത്തകരുടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ആദ്യം പാർട്ടി പ്രവർത്തകർ വേണം, അതിന് സംഘടനാ സംവിധാനം വേണം, അതിൽ നിന്ന് തിരഞ്ഞെടുപ്പുകൾ വേണം. അപ്പോൾ അങ്ങനെയല്ല.
അപ്പോൾ അങ്ങനെ ഒരു ഓഡിറ്റിന് വിധേയമാകാൻ ഞാൻ തയ്യാറാകുന്ന മനുഷ്യനാണ്. നാളെ എന്നോട് പാർട്ടി ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന് തയ്യാറായി അത്തരത്തിലെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതൊരാളെയും അംഗീകരിക്കാനും അവർക്കൊപ്പം നിൽക്കാനും ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നിലവിൽ അങ്ങനെയല്ല. നാഷണൽ ലെവലിൽ നിന്ന് അവർ വന്ന് ചില ആൾക്കാരെ കണ്ടു, ചോദിച്ചു. അതിൻ്റെ പുറത്ത് ഇനി വേറെ കാര്യമുണ്ട്. ഞാനത് ഒരു ഓപ്പൺ സ്ഥലത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആം ആദ്മിയുടെ പ്രസിഡന്റ് സ്ഥാനം എന്നോട് പലരും ചോദിച്ചിട്ട് ആം ആദ്മിയുടെ പ്രസിഡന്റ് സ്ഥാനം എങ്ങനെ നിനക്ക് കിട്ടി, നീ എങ്ങനെ ഒപ്പിച്ചു എന്നൊക്കെ ചോദിക്കുന്നത്. അവരോടൊക്കെ ഞാൻ പറയുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ആം ആദ്മിയുടെ പ്രസിഡന്റ് എന്നോട് ചോദിച്ച നാഷണൽ കമ്മിറ്റിയോട് ഞാൻ ആം ആദ്മിയുടെ പ്രസിഡന്റ് ആകാൻ കഴിയില്ലെന്ന് പറഞ്ഞ ഒരാളാണ്. കാരണം നമുക്കറിയാം, ഞാൻ ഒരു പ്രൊഫഷണലാണ്. വരുമാനം രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാക്കി ജീവിക്കാൻ കഴിയുന്ന ഒരു ശേഷിയും എനിക്കില്ല, സത്യമായിട്ട് പറയാം. അതായത് പോയി ഒരു സ്ഥലത്ത് നിന്ന് കാശ് വിരിച്ച് അതിൻ്റെ പകുതി പൈസ എടുത്ത് അങ്ങനെ കൊടുക്കുന്നത് അത് എന്തോ ദേഹത്ത് പിടിക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ വലിയ പ്രതിസന്ധിയിലായിരുന്നു. എന്നോട് നിങ്ങൾ ഇതിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പം ഞാൻ നാഷണലോട് പറഞ്ഞത് കഴിയില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അന്നും പറയുന്നത്, ഇങ്ങനെ എനിക്ക് കഴിയില്ല. കാരണം ഇതൊരു വലിയ ആശയമാണ്. ഇതിനെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു എഫേർട്ടല്ല. ആ എഫേർട്ട് എടുക്കാൻ എന്നെക്കൊണ്ട് കഴിയത്തില്ല. കാരണം ഏറ്റവും പ്രധാന പ്രശ്നം വരുമാനമാണ്, അല്ലേ? നമുക്ക് ജീവിക്കണ്ടേ. എനിക്ക് കോടതി ചെല്ലണമല്ലോ കക്ഷികൾ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അറിയുകയാണ് ഞാൻ പ്രസിഡൻ്റായെന്ന്. അറിയുകയാണ്. അവിടെ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയാണ്. പക്ഷേ മുമ്പോട്ട് ഒരു ബ്യൂട്ടിഫുള്ളായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമായി ഞാൻ കരുതുന്നില്ല. വലിയൊരു സംഭവമായിട്ടും വലിയൊരു പരിഗണനയായിട്ടും കാണുന്നു. അതിനെ ഞാൻ അങ്ങേയറ്റം വിനീതമായി ഞാൻ എടുക്കുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് എനിക്ക് സുപ്രഭാതത്തിൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു ക്യാരക്ടറും എനിക്കില്ല. അപ്പോൾ അതിനെ ഞാൻ പരീക്ഷിക്കുകയാണ്. അതിനെ ഞാനൊരു വലിയ ഭാഗ്യമായി കരുതുകയാണ്. എനിക്ക് കഴിയുന്ന രീതിയിൽ എഫേർട്ട് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുപ്പുകൾ വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ശ്രമിക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സൃഷ്ടിക്കുന്ന ഒരാൾക്ക്, അങ്ങനെ വരുന്ന ഒരാളുടെ മുമ്പിൽ മാറി നിൽക്കാൻ എപ്പോഴും തയ്യാറാണ്. അങ്ങനെ ഉണ്ടാവണം. അത് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും അങ്ങനെ ഉണ്ടാവണം എന്നാണ് പാർട്ടിയുടെ ആശയം പറയുന്നത്. പൂർണ്ണ തോതിൽ അങ്ങനെ ആയിട്ടുമില്ല. ഇപ്പോൾ പേഴ്സണലി പറയുവാണെങ്കിൽ താങ്കൾ ഈ പാർട്ടി അച്ചടക്കം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കാൻ കാര്യം, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കേസിൽ ഉണ്ടായ വലിയൊരു വിഷയമാണല്ലോ പ്രശാന്ത് ഭൂഷൺ പോലെയുള്ള കുറച്ച് നേതാക്കളും പുറത്തു പോകുന്നൊരു സാഹചര്യം. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഒരു കുറ്റം പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്റ്റൻസ് ആണത്. അതുപോലെ ഇപ്പം നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കേഡർ സംവിധാനങ്ങളുള്ള പാർട്ടികളിൽ ഒരു സെറ്റപ്പ് നമുക്കറിയാം, മിണ്ടാൻ പറ്റില്ല. ഏറ്റവും മേളിൽ നിന്ന് ഒരാൾ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ ഒരു സംവിധാനമില്ല. അഭിപ്രായം പോലും പറയാനുള്ള സ്കോപ്പില്ല. ഇപ്പം കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപക്ഷെ ഉള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അത് തന്നെയായിരിക്കും, ആർക്കും എന്തും പറയാം. അതിൻ്റെ പേരിൽ ഡിസഡ്വാൻറ്റേജും ആണ്. പക്ഷെ ഞാൻ പറയുന്നത് അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതിനകത്തൊരു ജനാധിപത്യം ഇല്ലല്ലോ. അപ്പോൾ ഇതിലേത് രീതിയിലുള്ള ഒരു പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറണം എന്നാണ് താങ്കളുടെ ഒരു ആഗ്രഹം? ഒരു കേഡർ സംവിധാനവും പക്ക അച്ചടക്കവും ഉള്ളതാണോ, അതോ നമുക്ക് എതിരഭിപ്രായങ്ങൾ പറയുകയും എന്നാൽ ആ എതിരഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു... അതിൽ ഞാൻ എപ്പോഴും കാണുന്നത്, നമ്മൾ ഉറുമ്പുകളുടെ ജീവിതം കണ്ടിട്ടുണ്ടോ? അവർ ഒരു പഞ്ചസാര മണി എവിടെയും കിടന്നാൽ അവർ പല വഴിക്കൂടെ പോയിട്ടല്ല അത് പിടിക്കുന്നത്. അത് ഒറ്റ റൂട്ടിലാണ് അവർ പോകുന്നത്. പക്ഷെ അവരുടെ ലക്ഷ്യം ആ പഞ്ചസാര തരി അവരുടെ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമുക്കൊരാശയം, ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾ വ്യത്യസ്ത വഴിയിലൂടെ പോയിട്ട് അതിനെ പിടിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ വിനോദ് മാത്യു വിൽസൺ രീതി ഇങ്ങോട്ട് പിടിക്കുന്നു, കുറേ ആം ആദ്മിയുടെ ഇഷ്ടമുള്ളവർ അങ്ങോട്ട് പിടിക്കുന്നു. ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ഒരു ചരട് പോലെ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ഒരാശയം പൂർണ്ണ തോതിൽ പ്രാവർത്തികമാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജനാധിപത്യ രീതിയിൽ തന്നെ നിൽക്കുന്ന ആളാണ്. ജനാധിപത്യ ആശയമാണ്, ഭരണഘടനാ മൂല്യങ്ങളെയാണ് വിഭാവനം ചെയ്യുന്നത്. പക്ഷേ അതായത് പൊതുജനത്തോട് വിളിച്ചു പറയേണ്ടത് പൊതുജനത്തോട് വിളിച്ചു പറയണം, അതിനെ പൊതുജന മുമ്പിൽ അവതരിപ്പിക്കണം. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ അച്ഛൻ, അമ്മ, മക്കൾ, ആശയ വ്യത്യാസങ്ങൾ ഏത് വിഷയത്തിലുണ്ടാവും. പക്ഷേ ഒരു ടേബിളിൻ്റെ മുമ്പിൽ വന്നിരുന്ന് സംസാരിച്ച് കൺഫ്രണ്ട് ചെയ്യും. ഞാൻ എൻ്റെ അപ്പനുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന ആളാണ്, അമ്മയുമായിട്ട് തർക്കിക്കുന്ന ആളാണ്. കുറച്ച് കഴിയുമ്പോൾ അപ്പൻ പറയും, ശരി, നീ പറഞ്ഞാൽ ശരി. ആ ശരികളെല്ലാം കൂടെ ചേർത്താണ് പുറത്തേക്ക് നമ്മൾ പറയുക. പക്ഷെ അതും വേണം, ഇപ്പുറത്തേതും വേണം. കോൺഗ്രസിൽ സംഭവിക്കുന്നത് അങ്ങനെ ഒരു കൂട്ടായ്മ ചർച്ചയില്ല. എല്ലാവരും അവരുടെ ശരി പറയും. അപ്പോൾ പ്രശ്നമാവും. CPM എന്താണ്? മറ്റേ ചർച്ചയേ ഇല്ല. ഒരാൾ വന്നിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്തൊരു സാധനം വെക്കും, ഇതാണെന്ന് പറയും. ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു ബ്യൂട്ടിഫുൾ സാധനമാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത്. അതാണ് ശരി. ഇതിനിടയ്ക്കൊരു സാധനമുണ്ട്, അതിനെ സെമി കേഡർ എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയത്തില്ല. കോൺഗ്രസ് അത് പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ടു പോയ ആളാണ് സെമി കേഡർ സംവിധാനം. അപ്പോൾ സെമി കേഡർ എന്നുള്ളതിനപ്പുറത്തേക്ക് ട്രോളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വിനോദ് മാത്യു വിൽസൺ എന്ന് പറയുന്നത് എന്നെ വ്യക്തിപരമായി അംഗീകരിക്കേണ്ട. ഞാൻ എപ്പോഴും എൻ്റെ പാർട്ടി ഫോറത്തിൽ പറയുന്നതാണ്, എന്നെ വ്യക്തിപരമായി നിങ്ങൾ അംഗീകരിക്കേണ്ട. പക്ഷേ ഞാനൊരു പാർട്ടിയുടെ പ്രസിഡൻ്റാണ്.
ഞാൻ ഒരു വിഷയത്തിലെടുക്കുന്ന നിലപാടുകൾ എൻ്റെ ബോധ്യങ്ങളും എൻ്റെ സഹപ്രവർത്തകരായ മനുഷ്യരുടെ ആശയങ്ങളുമാണ്. അതിൽ തെറ്റുകളുണ്ടാവാം. നമ്മളെടുക്കുന്ന തീരുമാനത്തിൽ എല്ലാം ശരിയൊന്നുമല്ല. ഞാനെടുക്കുന്ന 100 കാര്യത്തിൽ ചിലപ്പോൾ ഒരു 40 ശരികളെ 60 തെറ്റായിരിക്കും. പക്ഷെ ഒരു വിഷയം എടുക്കുമ്പോൾ അത് ചർച്ച ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ തിരുത്താൻ ഞാൻ തയ്യാറാകുകയും അത് പറയാൻ അപ്പുറത്തൊരാൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ബ്യൂട്ടിഫുൾ ആകുന്നത്. ഇത് ഞാൻ പറയുന്ന തെറ്റ് ഒരു പ്ലാറ്റ്ഫോമിലും ബ്യൂട്ടിഫുള്ളായിട്ട് എന്നോടും, അതായത് മോനേടാ ഇങ്ങനെയാണെന്ന് പറയത്തില്ല, അപ്പുറത്ത് വന്നിരുന്ന വിമർശനങ്ങൾ മാത്രം പറയും. എന്നാൽ ഇത് രണ്ടും കൂടെ സംയോജിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മനോഹാരിത. അതുകൊണ്ട് അങ്ങ് ചോദിച്ചതുപോലെ ഫുൾ ഒരു കേഡർ സംവിധാനം ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാ എന്ന് പറയുന്നതും ശരിയല്ല. മറിച്ച് വായി തോന്നുന്നതല്ല പുറത്തുനിന്ന് പറയും, അകത്തൊന്നും ചർച്ച ചെയ്യാതിരിക്കുകയും ശരി. ഇതിനിടയ്ക്കൊരു സാധനമുണ്ട്, അതാണ് വേണ്ടത്. അതിനൊരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു പ്രോട്ടോകോൾ ഒന്നും ഒരു പാർട്ടികളും ഉണ്ടാക്കാത്ത എന്തുകൊണ്ടാണ്? അതായത് ഇപ്പം ശബരിമല വിഷയത്തിൽ ആം ആദ്മി പാർട്ടി സമരം ചെയ്യണോ വേണ്ടയോ എന്ന് എന്തെങ്കിലും ഒരു വോട്ടിംഗ് പ്രക്രിയയിലൂടെ തീരുമാനിക്കാനുള്ള ഒരു സംവിധാനം വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അല്ല, അങ്ങനെ പറ്റുമോ? കാരണം പൊളിറ്റിക്സ് ടൈമിലി ഉള്ള കാര്യമാണ്, ഡേ ബൈ ഡേ സംഭവം. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പൊളിറ്റിക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ സെക്കൻഡിൽ ദേശീയ രാഷ്ട്രീയം ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഈ സെക്കൻഡ് വേൾഡ് പൊളിറ്റിക്സ് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ ഒരു വിഷയം സംസാരിക്കാൻ കഴിയുമോ? അത് നമ്മൾ ഒരു വിഷയത്തെ നമ്മുടെ പാർട്ടി ഇപ്പം പലപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ആം ആദ്മി പാർട്ടി കേരളത്തിൽ എടുത്തിരിക്കുന്ന വിഷയങ്ങൾ നമുക്കത് സംസാരിക്കാം. വിഷയങ്ങളിലൊന്നും മതപരമായ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടില്ല, മതപരമായ വിഷയങ്ങളിൽ നമ്മൾ പോയിട്ടുമില്ല, അതിൻ്റെ പുറകെ പോയിട്ടുമില്ല. ഇപ്പം ശബരിമല വിഷയത്തിൽ ആം ആദ്മിക്കും റോഡിലിറങ്ങി 10 പേരെ കൊണ്ട് സമരം ചെയ്യിക്കാം, ഇല്ല. അങ്ങനെ ഒരു സാധനം ഞാൻ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്തോളം ഞാനത് ചെയ്യില്ല. കാരണം നേരത്തെ പറഞ്ഞാൽ അതെൻ്റെ പേഴ്സണൽ സാധനമാണ്, അതിനൊക്കെ വേണേൽ പേഴ്സണൽ പ്ലാറ്റ്ഫോമിൽ പൊക്കോണം. എൻ്റെ പൊളിറ്റിക്സ് സ്ട്രെയിറ്റ് ആണ്. എൻ്റെ വിഷയം ഇവിടുത്തെ തൊഴിലവസരം, ഇവിടുത്തെ ജനങ്ങളുടെ റൈറ്റ്, ജീവിക്കാനുള്ള അവകാശം, നിയമപരമായി ജീവിക്കാനുള്ള ഈ വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്ന വിഷയത്തിൽ നമുക്കൊരു ഡിബേറ്റ് നടത്താമെന്ന് ഞാൻ ചോദിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ ആ വിഷയം അവിടെ തീർന്നു, പിന്നെ അടുത്ത വിഷയത്തിലേക്ക് എത്തി. കാരണം ആ ടൈമിൽ ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മളൊരു വിഷയം നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിൽ മയപ്പെടുത്തിയും മുമ്പോട്ട് പോവുകയും. കാരണം നമ്മൾ ഈ ആം ആദ്മിയുടെ വോളണ്ടിയേഴ്സ് അല്ലല്ലോ. ഞാൻ എപ്പോഴും അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ, അതായത് എൻ്റെ ഉത്തരവാദിത്തം ആരോടാണ്? ഇപ്പം ഞാൻ ആം ആദ്മിയുടെ പ്രസിഡൻ്റാണ്, എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആം ആദ്മിയുടെ വോളണ്ടിയേഴ്സോട് മാത്രമാണോ പൊതുജനത്തോടും കൂടിയാണോ? പൊതുജനത്തോടും കൂടി ഉണ്ടെങ്കിലല്ലേ അതൊരു പാർട്ടിക്ക് ഒരു പ്രസക്തി. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ബെഞ്ചാണ് ആം ആദ്മി പാർട്ടി. ഇവിടെ ഇരുന്ന് ഞാൻ ചെയ്യുന്നത് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ചെയ്യുന്നത് പബ്ലിക്കിന് കൂടി വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു പ്രൈവറ്റ് കമ്പനി ഉണ്ടാക്കിയാൽ പോലെ. അപ്പോൾ ആ പബ്ലിക്കിന് വേണ്ടി ചെയ്യുമ്പോൾ അവിടെ സംഘടനാപരമായി എൻ്റെ ആൾക്കാർ ഇത് പറഞ്ഞു, അല്ലെ എൻ്റെ ആൾക്കാരെ മുഴുവൻ കൂടിയിരുത്തി ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് അവിടെ ഉടനടി ആശ്വാസമേകേണ്ട അല്ലെ ഉടനടി തീരുമാനമെടുക്കേണ്ട വിഷയങ്ങൾ അപ്പുറത്ത് കിടക്കുമ്പോൾ ഞാനത് ചെയ്യും. ആ ചെയ്യുമ്പോൾ തെറ്റുണ്ടെങ്കിൽ അതിൽ തിരുത്തപ്പെടാം. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഒരു വലിയ പ്രശസ്തമായ കോട്ടിങ്സ് ഉണ്ട്. ചിലർ പറയും ഒരു നിലപാടെടുത്ത് ആ നിലപാട് നിങ്ങളെന്തിനു മയപ്പെടുത്തി, ആ നിലപാട് നിങ്ങൾ എന്തിനു മാറിയും ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. ഗാന്ധി പറഞ്ഞേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയൊരു സാധനമാണ്. ഗാന്ധി പറഞ്ഞേക്കുന്നത് ഞാനൊരു വിഷയത്തിൽ 100 അഭിപ്രായം പറയും, അതിൽ എൻ്റെ ലാസ്റ്റ് അഭിപ്രായമായി നിൽക്കുന്നത് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യമാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞേക്കുന്നത് ഞാൻ പിന്നെ ഒരു വിഷയത്തെ പറ്റി, ഇപ്പം ഇവിടുത്തെ ജനാധിപത്യത്തെ പറ്റി അല്ലെ തിരഞ്ഞെടുപ്പിനെ പറ്റി ഞാൻ 10 അഭിപ്രായം പറയും. എൻ്റെ 10ാമത്തെ അഭിപ്രായം 11 വരുന്നത് വരെ അതാണ്. 11 വരുമ്പോൾ പിന്നെ 11 ആവും. ഇതാ ഗാന്ധി പറഞ്ഞേക്കുന്നത്. അപ്പം അതിൻ്റെ അപ്പുറത്തെ അത് നമ്മൾ മലയാളികൾ പറയുമല്ലോ, മറ്റേ നിലപാട് ഇരുമ്പുലൊക്കെ ഇവിടെ എങ്ങനെ ഈ നിലപാട് ഇരുമ്പുലൊക്കെ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ വസ്ത്രം ചേഞ്ച് ചെയ്യുന്നുണ്ട്, നമ്മളുടെ മുഴുവൻ കാര്യങ്ങളും ചേഞ്ചാണ്, ഓരോ ദിവസവും നമ്മൾ ചേഞ്ചാണ്. പക്ഷേ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയ നിലപാട് പിന്നെ ഞാൻ മാറത്തില്ല. അത് വേറെ രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പം ഇങ്ങനെ ഡെയിലി മാറി വരുന്ന കാര്യങ്ങൾ, കുറച്ചുകൂടെ ഒരു ടൈം ഹൊറൈസൺ ഉള്ള കാര്യങ്ങൾ ആലോചിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു കേന്ദ്ര സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ മറ്റേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ ആം ആദ്മി പാർട്ടി. ഈയിടെ ഇപ്പം മാറി, ഇപ്പം നേരത്തെ ഭാഗമായിരുന്നല്ലോ. അപ്പോൾ എന്നാൽ പോലും കേരളത്തിലൊരു തിരഞ്ഞെടുപ്പ് വരുമ്പം ഇവിടെ ഒരു സഹകരണം ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ LDF UDF എല്ലാം ഭാഗമാണ്. ഇപ്പം നാളെ ആം ആദ്മി പാർട്ടി കുറച്ച് പ്രവർത്തകരുടെ ഇടയിൽ ഒരു ഇതുണ്ടാവുകയാണ്, ഇപ്പം UDF മുന്നണിയുടെ കൂടെ ചേരണം. കാരണം നമ്മൾ ഈ അവിടെ ആകുമ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനമൊക്കെ ഒരു ഓഫർ വരുവാന്ന് വെച്ചാൽ, അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ സാധാരണ പൊളിറ്റിക്സ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം കുറച്ചുകൂടെ ടൈം ഹൊറൈസണുള്ള തീരുമാനമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം അല്ലെ അങ്ങനെ ഒരു ചർച്ച പോലും എങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയിൽ ചെയ്യാൻ സാധിക്കുക? അതിന് ഉത്തരം തന്നെയുണ്ട്. അപ്പം അങ്ങ് ചോദിച്ചു ഇന്ത്യ സഖ്യത്തിൽ നമ്മൾ ചേർന്ന എപ്പോഴാണ്?
ഡൽഹിയിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാണ് ആം ആദ്മി പാർട്ടി വരുന്നത്. കോൺഗ്രസിൻ്റെ അഴിമതിയെപ്പറ്റി പറഞ്ഞാണ് വരുന്നത്. അങ്ങനെ പറഞ്ഞ ഒരു പാർട്ടിയുടെ സംവിധാനത്തിൽ ഞാൻ ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ രാംലീല മൈതാനി വലിയ ഇന്ത്യ സഖ്യത്തിൻ്റെ മഹായോഗത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. ആൾക്കാർക്കൊപ്പം എനിക്കൊപ്പം ആം ആദ്മി പാർട്ടിയുടെ കൊടി വീശിക്കൊണ്ട് എൻ്റെ തൊട്ട് താഴെ ഞാൻ ഒരാളുടെ തോളിൽ ചവിട്ടിയാണത് ഭയങ്കര ഉച്ചത്തിൽ ഭയങ്കര ഹൈറ്റിൽ വീശിയത്. ആ തോളിൽ ചവിട്ടാൻ എനിക്ക് തോള് തന്നൊരു കോൺഗ്രസ്സുകാരന്. തൊട്ടപ്പുറത്ത് ലല്ലു പ്രസാദ് യാദവിൻ്റെ ആളുണ്ട്. പക്ഷേ അവിടുത്തെ പ്രശ്നം വേദിയിൽ രാഹുൽ ഗാന്ധിയും അന്ന് കേജ്രിവാൾ സാറ് ജയിലിലാണ്, സുനിത മാഡം അദ്ദേഹത്തിൻ്റെ പകരമായിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, സഞ്ജയ് സിംഗ്, ഇവരെല്ലാവരും ഉണ്ട് ഇന്ത്യ സഖ്യത്തിൽ. നമ്മൾ ചേർന്നു ആം ആദ്മി പാർട്ടി. പക്ഷേ ജനം അത് തിരസ്കരിച്ചു, പ്രവർത്തകരെ തിരസ്കരിച്ചു. ഈ കൊടി ഒരുമിച്ച് വീശിയ പ്രവർത്തകർ തമ്മിൽ യാതൊരു ഐക്യവും മനസ്സിലുണ്ടായിരുന്നില്ല. വളരെ വേഗത്തിൽ ആ തീരുമാനം പാർട്ടി മാറ്റി. പാർട്ടിയുടെ തീരുമാനമെടുത്തു. പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റി ആയിരിക്കും പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പ്രതിപക്ഷ സഖ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം. കാരണം അത്രമാത്രം പ്രതിപക്ഷത്തെ വേട്ടയാടുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഭിന്നിച്ച് നിന്നാൽ ഭിന്നിച്ച് പോകും എന്നുള്ള ധാരണയിലായിരിക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അരവിന്ദ് സാറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ കോൺഗ്രസിനൊപ്പം ലോക്സഭ ഇലക്ഷനിൽ മത്സരിക്കണം തീരുമാനം ഉണ്ടായത്. പക്ഷേ ആ തീരുമാനം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ജനം റിയാക്ട് ചെയ്തപ്പോഴാണ്, പ്രവർത്തകർ റിയാക്ട് ചെയ്തു. ഇന്ത്യയിൽ ഒട്ടാകെ ആം ആദ്മി പ്രവർത്തകർ ആ വിഷയത്തിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു, കോൺഗ്രസ് ഒപ്പം നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. വളരെ വേഗത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിന്മാറി. അതാണ് ഞാൻ പറഞ്ഞത്, കേജ്രിവാളിന് പറയാമല്ലോ, ഇല്ല നമ്മളിങ്ങനെ നമുക്ക് മന്ത്രിസ്ഥാനവും കേന്ദ്രമന്ത്രിസ്ഥാനവും ഒക്കെ വേണം, നമുക്ക് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നമുക്ക് ചില സാധനങ്ങൾ കിട്ടും, നമ്മൾ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു തീരുമാനം എടുത്തപ്പോൾ തെറ്റായിന്ന് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ട സ്ഥലത്ത് തീരുമാനത്തിൽ നിന്ന് മാറി. അപ്പം നമുക്ക് ജനാധിപത്യത്തിൽ ഈ രീതിയിൽ, അതായത് അതിൻ്റെ ഉത്തരം തന്നെ അതാണ്. നമ്മളൊരു വിഷയത്തിൽ ഇപ്പം ലോങ് ടൈം വിഷയങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ അത്തരത്തിൽ ചർച്ചകൾ നടത്തി തീരുമാനം എടുക്കാം, ലോങ് ടൈം വിഷയങ്ങൾ. പക്ഷേ അവിടെയും ഞാൻ പറയുന്നൊരു കാര്യം, ലോങ് ടൈം വിഷയങ്ങളിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടും അല്ലെങ്കിൽ UDF-ലേക്ക് പോകാമെന്ന് പ്രവർത്തകർ തീരുമാനിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഒരാൾ വരുന്ന എന്തിനു വേണ്ടിയാണ്? UDF-നൊപ്പം പോകാനോ LDF-നൊപ്പം പോകാനോ അല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നാൽ മതി, അവിടെ പോയാൽ മതി. ഇതിനപ്പുറത്തേക്കൊരു ബദൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോൾ സ്വപ്നമായിരിക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. അപ്പോൾ ആ മൈൻഡ് സെറ്റുള്ള ഒരാളാണ് ഇതിലേക്ക് വരുന്നത്. അയാൾ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് എന്നാൽ നമുക്ക് UDF-ലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അയാൾ ആം ആദ്മിയുമായിട്ട് യോജിച്ചിട്ടില്ല, ഐക്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂട്ടായ്മ ഉണ്ടാക്കി ഒരു വലിയ ഒരു അഭിപ്രായ ഐക്യം പുറത്തു നിന്ന് കൊണ്ടുവരാം. അപ്പോൾ പാർട്ടിക്ക് നേതൃത്വം തീരുമാനിക്കാം, റീതിങ്ക് ചെയ്യാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിൽ നിന്ന് മാറി സഞ്ചരിക്കാനേ വഴിയുള്ളൂ. അപ്പം നിലവിൽ നമ്മൾ ആം ആദ്മിയിലേക്ക് ഒരാൾ വരും. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, ആം ആദ്മിയിലേക്ക് ഒരാൾ വരണമെങ്കിൽ, അല്ല ഇപ്പോൾ 2020 നമുക്ക് എടുക്കാം. 2020 ഒരാൾ പോയത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇടതും വലതും പറ്റത്തില്ല, BJP-യിൽ പോകാം, പിന്നെ ഞങ്ങൾക്ക് എന്താണ് സംവിധാനം എന്ന വിശ്വാസത്തിലായിരിക്കും വന്നത്. ഞാൻ 2020 പോയ ഒരു ഭൂരിഭാഗം ആൾക്കാരെ ഞാൻ കാണുന്നത് അവർ ഭയങ്കര വികസന സ്വപ്നങ്ങളുള്ളവരാണ്. വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചിട്ട് നമ്മുടെ രാജ്യം ഇതുപോലെ കിഴക്കൻ പകലം മാറി എന്ന് പറഞ്ഞ് വന്നവർ, അല്ലാതെ സാബു ജേക്കബ് എന്തെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞു പോയവരൊന്നും അല്ല ആം ആദ്മിയിലുള്ള 2020 ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ചിലപ്പോൾ ഒരു പക്ഷേ നാമമാത്രമായ ആൾക്കാരായിരിക്കും, എന്തെങ്കിലും ചെറിയൊരു ബെനിഫിറ്റ് കിട്ടും. ബാക്കി മുഴുവൻ മനുഷ്യനും പോയതുകൊണ്ടാണ്. അല്ല, അതാ എന്തെങ്കിലും ആ പൊസിഷനുകളിൽ ഇരിക്കുന്നവർക്കല്ലേ ബെനിഫിറ്റ് ഉള്ളൂ, വോട്ട് കുത്തുന്നവർക്ക് ബെനിഫിറ്റ്. വോട്ട് കുത്തുന്നവർ മുഴുവൻ നമ്മൾ കിഴക്കമ്പലത്തെ പറ്റി ഓരോരുത്തർ എന്നോട് വളരെ പേഴ്സണൽ സംസാരം, 2020 ഭയങ്കര വികസന കാര്യങ്ങൾ ചെയ്യുന്നില്ല, അവിടെ അത് ചെയ്യുന്നില്ല, ഇവിടെ ഇത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഒരുമിച്ച്. അപ്പം ഇതിനെ മടുക്കുന്നവരല്ല ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നിട്ട് നമുക്കെന്നാ UDF-ലോട്ട് പോവാം, കോൺഗ്രസിലോട്ട് പോകാമെന്ന് പറയുന്നവർ അവർ ആം ആദ്മിയായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആം ആദ്മിയായിട്ടൊരു ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരുന്നത് അവിടെ നിന്നുള്ള മടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ അവിടുത്തെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഒരു സംസാരം ഉണ്ടാക്കേണ്ടതായിട്ടില്ല. ഞാൻ ഇപ്പം നേരത്തെ ഈ രാംലീല മൈതാനിയിൽ ഒരു കോൺഗ്രസ്സുകാരൻ്റെ തോളം നിന്നും സൈഡിലൊരു ലാലു പ്രസാദുകാരനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. നമ്മൾ നോക്കുവാണെങ്കിൽ പാർട്ടി ബാനറുകൾ മാറ്റി നിർത്തിയ ഇവരെല്ലാം സാധാരണ ഇന്ത്യക്കാരായ മനുഷ്യരാണ്. അപ്പോൾ ഇവർക്ക് ഈ പാർട്ടി ബാനറുകളിനപ്പുറത്തേക്ക് അവർ തമ്മിൽ സത്യത്തിൽ ധാരാളം ഐക്യം ഇല്ലേ? അതായത് ഇപ്പം ജനങ്ങൾ തമ്മിൽ അതായത് ഇപ്പം കോൺഗ്രസ്സുകാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും BJP-കാരനാണെങ്കിൽ പോലും അവർ തമ്മിൽ, എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാട് ഇതാണ്, ഒരു 80% കാര്യങ്ങളിലും നമുക്ക് ഐക്യമുണ്ട്, ഒരു 20% കാര്യത്തിലായിരിക്കും നമ്മൾ തമ്മിലൊരു വിയോജിപ്പുള്ളത്. അപ്പം ഈ പാർട്ടികൾ വരുമ്പം ആ 20% വിയോജിപ്പിനെ വളരെയധികം പർവ്വതീകരിച്ച് കാണിച്ച് ആ 80%-ത്തിലുള്ള ഐക്യം സത്യത്തിൽ ഇല്ലാതാകുന്നൊരു സാഹചര്യമല്ലേ ഉള്ളത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ സഹകരിക്കാനുള്ള പാർട്ടി സ്ട്രക്ചറുകൾ ഉണ്ടാക്കുകയല്ലേ സത്യത്തിലൊരു ജനാധിപത്യത്തിൽ വേണ്ടത്. പക്ഷേ അതിനെന്തുകൊണ്ട് കഴിപ്പം നമ്മൾ ഇപ്പം എൻ്റെ ബ്രദർ അദ്ദേഹത്തിന് ചൈനയിൽ കമ്പനിയൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. നോർത്ത് ചൈനക്കാരനും സൗത്ത് ചൈനക്കാരനും ഇടയ്ക്കുള്ള ചൈനക്കാരനും എല്ലാം പറയുന്നത് വി ആർ ചൈനീസ് എന്നാണ് പറയുന്നത്, ചൈനക്കാരെന്നാണ് പറയുന്നത്. നമ്മളെന്താ പറയുന്നത്? മലയാളി, പിന്നെ തമിഴൻ, ഹിന്ദിക്കാരൻ, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു
കൾച്ചറൽ ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ട്. അല്ല, അത് ആക്ച്വലി അതിനെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഇന്ത്യ എന്ന ഒരു സംവിധാനത്തിന് അധികം പഴക്കമില്ല. ഇപ്പം നമ്മൾ വലിയ പുരാണമൊക്കെ പറയുമെങ്കിലും അതൊക്കെ വെറും കഥകളാണ്. പക്ഷെ ചൈന എന്ന് പറയുന്നത് അങ്ങനെയല്ല. ചൈന എന്ന് പറയുന്നതിന് ഈ ഒറ്റ ചൈനയ്ക്ക് തന്നെ വളരെയധികം ചരിത്രം പിറകിലുണ്ട്. അപ്പം ഈ പറയുന്ന നോർത്തും സൗത്തും ഒക്കെ ചൈനക്കാരന് തമ്മിൽ ഒരു ആവറേജ് മറ്റേ ഡൽഹി താമസിക്കുന്നതും ഒരു ഇന്ത്യക്കാരനും മലയാളിയായ ഇന്ത്യക്കാരനും തമിഴിനായിട്ടുള്ളൊരു ഇന്ത്യക്കാരനും തമ്മിലുള്ളതിനേക്കാൾ കൂടുതൽ ബോണ്ടിങ് മാത്രമല്ല, അവർ തമ്മിൽ ഷെയർഡ് സംഭവങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു 100 കിലോമീറ്റർ മാറിയ ഭാഷ പോലും നമുക്ക് മനസ്സിലാവില്ല. അപ്പം അത് ഒരു വലിയൊരു പ്രശ്നമല്ലല്ലോ. അതിനപ്പുറത്തേക്ക് നമുക്ക് ഐക്യപ്പെടാനുള്ള ഒരു സംവിധാനം ജനങ്ങളുടെ സത്യത്തിൽ ഐക്യം ഉണ്ട്. അത് പൊളിറ്റിക്സിലോട്ട് വരുമ്പോൾ അത് ഇല്ലാണ്ടാകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം ഞാനും കുറച്ചുകൂടെ പൊളിറ്റിക്കൽ അവയർനെസ് വളരെ കുറവായിരുന്ന കാലത്ത് നമ്മളും ഇങ്ങനെ ഈ വളരെ കമ്പാർട്ട്മെന്റലൈസ്ഡ് ആയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മുന്നണി എന്ന് പറയുന്ന സംഭവം ഞാനല്ല, ഇത് തരികിട ഏർപ്പാടാണല്ലോ ഈ മുന്നണി എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെയല്ല. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഒരു സഹകരണ മെത്തഡാണത്. അപ്പം മുന്നണിയിലുള്ളവർ തമ്മിൽ പോലും എല്ലാ കാര്യത്തിലൊന്നും യോജിപ്പില്ലല്ലോ. അപ്പം നമുക്ക് ഒരു 10 കാര്യങ്ങളെടുത്താൽ ഒരു 7-8 കാര്യങ്ങളിലൊക്കെ യോജിക്കാമെങ്കിൽ നമുക്ക് ഒത്തുപോകാൻ പറ്റണമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ 10-ൽ 10 ഒത്താലേ പറ്റുള്ളൂ എന്ന് പറയുന്നതിനാണ് ഈ ഫാസിസം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനുള്ള ഒരു അതും നമ്മുടെ പൊളിറ്റിക്സിൽ വരേണ്ട ഒരു മാറ്റമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. തമിഴ്നാട്ടിൽ പ്രബല രാഷ്ട്രീയ കക്ഷികൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളവരാണ്? ഭാഷ. അത് ബംഗാളിലേക്ക് പോകുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ്? അവിടുത്തെ പ്രാദേശിക പൊളിറ്റിക്സ്. കേരള കോൺഗ്രസ് കേരളത്തിലുണ്ടായത് എങ്ങനെയാണ്? കേരളത്തിൻ്റെ പ്രാദേശിക കാര്യം പറഞ്ഞിട്ടാണ് ആദ്യം തുടക്കത്തിൽ. റബ്ബർ കർഷകൻ എന്നത് ഇപ്പോൾ അങ്ങനെയാണെന്ന് പറയുന്നത്. ഓരോ സ്ഥലത്തും അങ്ങനെ പ്രാദേശിക മുന്നണികളും. ലല്ലു പ്രസാദ് യാദവിനെ പറ്റി അങ്ങ് സൂചിപ്പിച്ചു. ലല്ലു പ്രസാദ് യാദവ് അവിടെ വന്നത് പ്രാദേശിക പൊളിറ്റിക്സാണ്. പ്രാദേശിക പൊളിറ്റിക്സ് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് വളരെ ശക്തവുമാണ്. എന്നാൽ അങ്ങ് പറഞ്ഞ പോലെ ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ആശയം BJP മാത്രമേ പറയുന്നുള്ളൂ. ആ ആശയം എന്താണ്? അത് മതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ലല്ലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി നിൽക്കുന്നവനും ഒരു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവനും BJPയുമായിട്ട് വേണേൽ അവന് റിലേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. കാരണം BJP എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമാണ് മതം. ഞങ്ങൾ ഹിന്ദുത്വം അതായത് വേറെ ഹിന്ദുത്വമാണ്. യഥാർത്ഥ ഹിന്ദുത്വത്തെ പറ്റിയല്ല സംസാരിക്കും. അപ്പോൾ ഈ വ്യത്യസ്തമായ ആശയങ്ങളുടെ പ്ലാറ്റ്ഫോം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ കമ്പാർട്ട്മെൻറ്റ് അവിടെ തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ ഇവർക്ക് ഒന്നിക്കാൻ കഴിയുന്ന എല്ലാ വിഷയത്തിലും അങ്ങ് പറഞ്ഞാൽ ഒന്നിക്കാൻ കഴിയത്തില്ല. ഒരു കോമൺ വിഷയത്തിലേ ഇവർക്ക് ഒന്നിക്കാൻ കഴിയുള്ളൂ. കോമൺ വിഷയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ഫാസിസ്റ്റ് മനോഭാവം കൂടി വരും. ജനാധിപത്യ ഭരണ ഏകാധിപത്യ മനോഭാവത്തിലേക്ക് പോകുന്നു. അത് പോകുന്നുണ്ടോ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് മറ്റൊരു ഡിബേറ്റബിൾ വിഷയമാണ്. പോകുന്നു എന്നൊരു നരേഷൻ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന ആ ഒരു കോഴ്സിൽ അതിനെ പ്രതിരോധിക്കാൻ ഇങ്ങനെ ഭിന്നിച്ച് നിന്നിട്ട് കാര്യമുണ്ടോ? ഒരുമിച്ച് നിൽക്കാം. അങ്ങനെ ഒരുമിച്ച് നിൽക്കാനേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കോമൺ പ്ലാറ്റ്ഫോമിൽ ഇവരൊക്കെ ഒരുമിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഇവർ നിൽക്കുന്നുണ്ട്. പക്ഷേ അന്നേരം അടുത്ത പ്രശ്നം വരും. ആത്യന്തികമായി പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പവർ പൊളിറ്റിക്സാണ്, അധികാരം. അപ്പോൾ അവിടെ ആരാണ് കേമൻ? ഇപ്പം നമുക്കറിയാം, ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കിയവർ പലപ്പോഴും അതിൽ നിന്ന് പോയി. പുതിയ ആൾ വരുന്നു, പുതിയ ആളെ അംഗീകരിക്കുന്നില്ല. മമതാ ബാനർജി മാറി, ചന്ദ്രബാബു നായിഡു ആദ്യകാലത്തുണ്ടായിരുന്നു, അദ്ദേഹം മാറി, നിതീഷ് കുമാർ ഉണ്ടായിരുന്നു, മാറി. സ്റ്റാലിൻ വരുന്നു, ഇപ്പോൾ സ്റ്റാലിനകത്ത് അപ്പം അവിടെ വിജയ് കയറി വരുന്നപ്പോഴത്തേക്ക് കോൺഗ്രസ് വിജയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ്? തമിഴ് പൊളിറ്റിക്സിൽ വിജയിലൂടെ ഒരു സ്വാധീനം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന പവർ, അധികാരമാണല്ലോ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം. അധികാരത്തിലിരിക്കുക എന്നുള്ളതാണ്. ആ അധികാരത്തിലിരിക്കാൻ വേണ്ടി അങ്ങ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന, എല്ലാവരും ഒന്നിപ്പിച്ച് നിർത്തണമെന്ന് പറയുന്ന ആ വലിയ ആശയം പലപ്പോഴും നേതാക്കന്മാർ മറന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറൊന്നുമില്ല. ഈ മുന്നണിയുടെ നേതാവ് ഞാനായിരിക്കണം. കാരണം ഈ മുന്നണി അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രിയാകാൻ എനിക്ക് കഴിയണം. ഇല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തിലേക്കില്ല. നമുക്കറിയാം, സവർക്കറിന് ഭാരത്ന കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഉദ്ധവ് താക്കറെ, ശിവസേനയുടെ ഉദ്ധവ് താക്കറെ പക്ഷമാണ്. അവർ ഇന്ത്യ സഖ്യത്തിലുണ്ട് ഇപ്പോൾ. അപ്പം അതിനെ കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ? ഇടതുപക്ഷം യോജിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ വിഴുങ്ങേണ്ടി വരും. അതായത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത്തരം വിഷയങ്ങൾ വരുമ്പം തലയിൽ മുണ്ടിട്ട് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, മിണ്ടാതിരിക്കുക. അപ്പോൾ ഈ മുന്നണി സംവിധാനം അപഹാസ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ വേറെ എന്ത് ചെയ്യാൻ കഴിയും? കാരണം നമുക്കറിയാം, ഇന്ദിര ഭരിച്ചിട്ടുണ്ട്, അടിയന്തരാവസ്ഥ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടമല്ല ഇന്ന് ജനങ്ങൾക്ക് വിരൽത്തുമ്പിൽ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറി. അവിടെ ഒരു ഏകാധിപത്യ മനോഭാവം, ഒറ്റ രാജ്യം, ഒറ്റ ഇന്ത്യ, ഒറ്റ ഇലക്ഷൻ, ഒറ്റ സാധനം എന്ന് പറയാൻ നടക്കത്തില്ല. വ്യത്യസ്ത അഭിപ്രായം, വ്യത്യസ്ത സാധനം നമ്മുടെ ഇന്ത്യയുടെ ബേസ്, അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ യോജിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ യോജിക്കുകയും
അല്ലാത്ത വിഷയങ്ങൾ മാറി നിൽക്കുകയും ചെയ്യുക മാത്രമേ നിവർത്തിയുള്ളൂ. ഈ സവർക്കർ വിഷയത്തിൽ തന്നെ ഇത് പൊളിറ്റിക്കൽ പാർട്ടീസ് കുറച്ചുകൂടി ട്രൂത്ത്ഫുൾ ആകാത്തതുകൊണ്ടുള്ള ഒരു വിഷയമല്ലേ അത്. ഇപ്പോൾ സത്യത്തിൽ കോൺഗ്രസിന് പറയാമല്ലോ ഈ വിഷയത്തിൽ ഞങ്ങൾ യോജിക്കുന്നില്ല, പക്ഷേ എന്നും പറഞ്ഞ് നമ്മൾ വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോകുന്നില്ല. അതല്ലേ അതിൻ്റെ ഒരു ശരിയായ നടപടി. ഇപ്പോൾ ഒരു വീട്ടിൽ അപ്പനും മോനും തമ്മിൽ ചെറിയ വിഷയങ്ങൾ കൊമ്പ് കാണും എന്ന് വെച്ച് തല്ലിപ്പിരിഞ്ഞ് പോകേണ്ട കാര്യമില്ലല്ലോ. കാരണം ആ ഒരു സവർക്കർക്ക് ഒരു ഭാരതരത്ന കൊടുക്കാതിരിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരുവിധ പ്രസക്തിയുമില്ല. അത് 1, 2, 10 കൊടുത്താലും എനിക്ക് വിരോധമൊന്നുമില്ല. എന്നെ ബാധിക്കുന്ന വേറെ 100 വിഷയങ്ങൾ വേറെ കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ഒരു വിഷയത്തിൻ്റെ ഒരു സിംബോളിക് സാധനത്തിൻ്റെ പുറത്ത് വഴക്കുണ്ടാക്കി നമുക്ക് അഭിപ്രായം തുറന്നു പറയാം, ഇതിലെനിക്ക് യോജിപ്പില്ല. അതെ, കറക്റ്റ്. പക്ഷെ അങ്ങനെ പറയാൻ ആരെ ഒരു ഭയക്കുന്നത്? പലപ്പോഴും ജനം അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ, പക്ഷേ ഇത് പറയാനായിട്ട് പലപ്പോഴും പല വിഷയങ്ങളിൽ ഇത് പറയാനായിട്ട് നമ്മൾ മടിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം പല വിഷയങ്ങൾ, ഇപ്പം നമ്മൾ തീവ്രവാദ വിഷയങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും ജനം ആഗ്രഹിക്കുന്ന, ഞങ്ങളുടെ ലീഡർ ഇത് പറഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ലീഡേഴ്സ് വിചാരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടങ്ങ് പോകും, അങ്ങനൊന്നും ഒരു ഓട്ടം പോകത്തില്ല. അത് മനസ്സിലാക്കുന്നില്ലാത്ത എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഗാന്ധിയെ പോലും BJP-ക്കാർ തള്ളി പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ എഗ്രി ചെയ്തു. അപ്പം ഓക്കെ, നിങ്ങൾ ഗാന്ധി അംഗീകരിക്കണ്ട, പക്ഷേ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ, നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയ്ക്കകത്തുണ്ടാകുന്ന കുഴപ്പങ്ങൾ, അത് നമുക്ക് അംഗീകരിക്കാവുന്ന വിഷയങ്ങളാണ്. ഗാന്ധി വേണ്ട, നിങ്ങൾക്ക് ഗാന്ധി ഇഷ്ടമല്ല, അതിന് നിങ്ങളുടേതായ കാരണങ്ങളുണ്ട്. ഐ റെസ്പെക്ട് ദാറ്റ്. എനിക്ക് അതിൽ വിരോധമില്ല. ഗാന്ധിയെക്കുറിച്ച് ഇനി പറഞ്ഞ് നമ്മൾ വഴക്കുണ്ടാക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. നമുക്ക് ലെറ്റ്സ് എഗ്രി ടു ഡിസഗ്രി. അങ്ങനെ ഒരു ഓപ്പൺനെസ് നമുക്ക് പൊളിറ്റിക്സിൽ വരണം എന്നുള്ളത് വളരെ തീർച്ചയായിട്ടും അത് വരണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ, ഇനി അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ട് കേട്ടോ, ഞാൻ പേരൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെയുള്ള നേതാക്കന്മാർ ഇന്ത്യ മൊത്തത്തിലുണ്ട്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ, അതിപ്പോൾ ഞാൻ സംസ്ഥാന പ്രസിഡന്റല്ല, ഞാൻ പറയുന്നില്ല, അത് ഞാൻ വിലയിരുത്തുന്നു. പക്ഷേ പൊതു സമൂഹത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്. കെജ്രിവാളൊക്കെ ആ വിഷയത്തിൽ എനിക്കറിയാം. കെജ്രിവാളിൻ്റെ ഒരു പ്രസിദ്ധമായൊരു പ്രസംഗമുണ്ട്, അത് എത്ര പേരും അദ്ദേഹം നെഹ്റുവിനെയും അംബേദ്കറിനും, നെഹ്റു ആണ് ഇന്ത്യയുടെ ശില്പി എന്ന് അഡ്മിറ്റ് ചെയ്ത പ്രസംഗമുണ്ട്. നെഹ്റു തുടങ്ങിയിട്ടുള്ള ഇന്ത്യയുടെ ടെക്നോക്രാറ്റ്, നെഹ്റു തുടങ്ങിയിട്ടുള്ള ശാസ്ത്ര സംവിധാനം, സർവകലാശാലകൾ, രാജ്യത്തിന് കൊടുത്ത സംഭാവനകൾ, നെഹ്റുവും അംബേദ്കറും ചേർന്നാണ് ഇന്ത്യയെ ബിൽഡ് ചെയ്തെടുത്തതെന്ന് ഒരു വളരെ ഗംഭീരമായി പ്രസംഗിക്കുന്ന അരവിന്ദ് കെജ്രിവാളുണ്ട്. മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ മറ്റൊരു പ്രശ്നത്തിലും പറയുന്നുണ്ട്, നിങ്ങൾ BJP-കാരനായിക്കോളൂ, നിങ്ങൾ കോൺഗ്രസ്സുകാരനായിക്കോളൂ, നിങ്ങൾ ആം ആദ്മിക്കാരനായിക്കോളൂ, പക്ഷേ നമ്മൾ ഇന്ത്യക്കാരാണ്, നമുക്ക് ഒരുമിച്ച് ചില വിഷയം ഒരുമിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ പ്രോഡക്ട്സുകളെ പറ്റി മേക്ക് മൈ ഇന്ത്യ എന്ന് പറയുന്ന ആശയം മുമ്പോട്ട് വെച്ച ആളാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ അത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുമ്പോൾ നീ നിൻ്റെ നേതാവിനെ പറ്റി പറയുന്നത് അല്ല. കാരണം അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക, അങ്ങ് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചും കൂടെ ഇതിനെ ബ്രോഡ് മൈൻഡായി വിശാലമായി പൊളിറ്റിക്സിനെ കാണുന്നുണ്ട്. ആ വിശാലമായി കാണാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ, അടിമകൾ. അതായത് അടിമകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനൊരു സാധാരണ പൗരനാണല്ലോ, എനിക്ക് അങ്ങനെ ഒരു അപ്പോൾ അതുകൊണ്ടാണ് ചോദ്യം. അപ്പോൾ ആ സാധാരണ പൗരൻ്റെ പൾസ് അറിയുന്ന നേതാക്കന്മാർ ഇന്ത്യയിലുണ്ട്, അത് ആം ആദ്മിക്കുണ്ട്, മറ്റുള്ളവർക്കും ഉണ്ട്. അപ്പോൾ അവർക്ക് അത് തുറന്ന്, പക്ഷെ പലരും അത് പറയാത്തതിൻ്റെ കാരണം പിന്നെ എന്താ പറയുക, ഈ പറയുന്ന പോലെ വോട്ട് പോവോ, ഒരു വോട്ടും പോകത്തില്ല. ഇവരൊക്കെ വോട്ട് ചെയ്യേണ്ട സമയത്ത് കൃത്യമായ, ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ ആൾക്കാരനെ ഭയങ്കരമായിട്ട് നമ്മുടെ നേതാക്കന്മാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഈ വോട്ട് തീരുമാനിക്കുന്നത് ഇവിടുത്തെ കുറേ പിന്നെ മത നേതാക്കന്മാരാണ്. ഒന്നുമല്ല, വോട്ട് മത നേതാക്കന്മാരും മതവുമായി ബന്ധപ്പെട്ടവരൊന്നുമല്ല വോട്ട് തീരുമാനിക്കുന്നത്. വോട്ട് തീരുമാനിക്കുന്ന ഓരോ വ്യക്തിയും അവൻ്റെ മതത്തെ വിശ്വാസമുള്ളവരെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ വോട്ട് തീരുമാനിക്കുന്ന അവൻ്റെ വിഷയങ്ങളും കാൻഡിഡേറ്റ്സ് നോക്കി തന്നെ. ഞാനിപ്പം എനിക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു സമുദായത്തിൻ്റെ കേസിലെങ്കിലും ഏതെങ്കിലും ഒരു ബിഷപ്പ് പറഞ്ഞുകൊണ്ട് വോട്ട് മാറ്റി കുത്തുന്ന ഒരു ക്രിസ്ത്യാനിയോ എനിക്കറിയത്തില്ല. കുറച്ച് പേരുണ്ട് ഒരു ആ സ്നേഹത്തിൻ്റെ ഒക്കെ പുറത്ത് പിതാവ് പറഞ്ഞില്ല, ഭയങ്കര അങ്ങനത്തെ. ഞാൻ പേഴ്സണലി പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ഒരാളെ അറിയില്ല. അങ്ങനെ ഇപ്പം ബിഷപ്പ് എന്തെങ്കിലും ഒരു ചെറിയൊരു നിലപാടെടുത്താൽ നമ്മൾ ആരും എതിർക്കാനൊന്നും പോയില്ല. നമ്മളതിനെ റെസ്പെക്റ്റിന് മാത്രമല്ല, നമുക്ക് വോട്ട് കുത്തുന്നപ്പോൾ നമ്മൾ രഹസ്യമായിട്ടല്ലേ കുത്തുന്നത്, അത് ആരും കാണുന്നൊന്നുമില്ലല്ലോ. അപ്പം ഞാനെപ്പോഴും എൻ്റെ ബോധ്യം അനുസരിച്ചല്ലേ കുത്തത്തുള്ളൂ. അല്ലാതെ അത് നമ്മൾ ഇന്ന പോലെ കുത്തണം എന്നൊന്നും പറഞ്ഞതുകൊണ്ടൊന്നും എനിക്ക് തോന്നുന്നത് അത് ഒരുമാതിരി എല്ലാ സമുദായത്തിലും അത് തന്നെയായിരിക്കും അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും സംഭവിക്കുന്നത്. കാരണം ഇത്രയും ഓപ്ഷനുകളും ഇത്രയും വിവരങ്ങൾ അറിയാനും ഒക്കെ സംവിധാനമൊക്കെ ഉള്ളപ്പം അങ്ങനെയൊന്നും എളുപ്പത്തിലൊന്നും പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ലല്ലോ. ഞാനത് വിവാദ വിഷയമാണെങ്കിൽ പറഞ്ഞു പോകേണ്ടത് സ്റ്റേറ്റ് പ്രസിഡന്റ് നിലപാടോടെ പറഞ്ഞു പോകണമല്ലോ. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പം NSSുമായി ബന്ധപ്പെട്ട വിഷയം, SNDP ബന്ധപ്പെട്ട വിഷയമുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം വന്നിട്ട് എപ്പോഴും പറയുന്നൊരു ഡയലോഗുണ്ട്, ഞങ്ങളുടെ സമുദായത്തിൻ്റെ വോട്ട്, ഞങ്ങളുടെ വോട്ട്. BDJSൻ്റെ, ഞാൻ കുണ്ട്ര അസംബ്ലി മണ്ഡലത്തിലുള്ള ആളാണ്. BDJSന് BJPക്ക് അവിടെ ഒരു ബേസ് വോട്ടുണ്ട്.
അതിൻ്റെ പകുതി പോലും കഴിഞ്ഞ തവണ BDS കിട്ടിയിട്ടില്ല. ഈഴവ സമുദായം മുഴുവൻ വെള്ളാപ്പള്ളി പറയത്തോണ്ട് വോട്ട് ചെയ്യുന്നവരാണോ? അതല്ലെന്ന് ആ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഇത് ഡോക്യുമെന്റ് ചെയ്തിട്ടില്ലെന്നേ. ഇവർ ബുദ്ധിയുള്ളവരാണ്. ഇതൊന്നും ഡോക്യുമെന്റ് ചെയ്ത് ഞങ്ങൾ ഇത്ര മണ്ഡലത്തിൽ ഇത്ര സ്ഥലത്ത് ഞങ്ങൾ ഇത്ര പേരെ നിർത്തി ഞങ്ങൾക്ക് ഇത്ര വോട്ട് കിട്ടി ഇത്ര എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടോ SNDP? നമ്മൾ കണ്ടിട്ട് ഏതെങ്കിലും പത്രക്കാരൻ്റെ പുറകെ പോകുന്നുണ്ടോ? കരയോഗ NSSൻ്റെ വിഷയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടോ? NSSലെ എത്രയോ ചെറുപ്പക്കാർ എൻ്റെ സൗഹൃദത്തിലുണ്ട്. അവർ പറയുന്നത് ഞാൻ വാക്കുകൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്തിനാണ് എന്നാൽ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മളൊരു ബിഷപ്പിനെ ഒരു 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 പുരോഹിതനെ അല്ലെങ്കിൽ ആ പൊസിഷനെ നമ്മൾ റെസ്പെക്റ്റ് അങ്ങ് പറഞ്ഞതാണ്. യെസ്, ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അങ്ങ് എന്നോട് പറയുന്നു നമ്മുടെ വിഷയത്തിൽ ഇതാണ് വോട്ട്, ഓക്കെ. പക്ഷേ എൻ്റെ വോട്ട് ഞാൻ തീരുമാനിക്കുന്നത് ഇത് പറയാൻ പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരെ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് പറയാം, നമ്മുടെ ലീഡേഴ്സ് ഇത് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? ശരിയല്ലേ? ഇപ്പം ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ കത്തോലിക്ക സഭ വിശ്വാസിയാണ്, ഞാനത് അഡ്മിറ്റ് ചെയ്തു, ഞാൻ അതിലൂടെ വളർന്നു വന്ന ആൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഞാനതിനെ എൻ്റെ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും അല്ലെങ്കിൽ എൻ്റെ മെത്രാന്മാരെയും ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ അവരവരുടെ പൊസിഷൻ, എനിക്ക് എൻ്റെ പൊസിഷൻ. നമ്മുടെ വോട്ടുകൾ തീരുമാനിക്കുന്നത് ഇന്ന ആൾക്കാർക്ക് ഇന്ന വോട്ട് കൊടുക്കും, ഇന്ന ആൾക്കാർക്ക് ഇന്ന വോട്ട് കൊടുക്കും എന്ന് പറയുന്ന സംവിധാനമൊന്നും അത് ആദ്യകാലം കുറേ നാൾ മുമ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനൊന്നും ഇല്ല. അന്ന് ഇവരാണല്ലോ ഇപ്പം അന്ന് നമുക്ക് ഈ വിവരങ്ങൾ എത്തിച്ചു തരുന്ന ആളുകളും കൂടിയാണല്ലോ. അതെ. അപ്പോൾ അന്ന് ഒരുപക്ഷെ അവർക്കൊരു ഇതിനകത്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നായിരിക്കാം. ഇന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടെന്ന്. എസ്പെഷ്യലി നമ്മളിതിപ്പോൾ ഈ ജെൻസി എന്നൊക്കെ വിളിക്കുന്ന ഒരു 30 വയസ്സ് താഴെയുള്ള ആൾക്കാർക്ക് അവരിൽ ആരാണ് ഒരു പള്ളിയിലച്ചൻ പറഞ്ഞാൽ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാകുന്നത്? അതൊരു പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ഭയങ്കര മിസ്റീഡിങ് ആണ്. അല്ല, അവര് പള്ളി വെച്ചും പറഞ്ഞാൽ ഞാൻ ചെയ്യും, അവരാ പറഞ്ഞു. അത് ആ പൊസിഷൻ. അവരുടെ വോട്ട് വേറെ. വോട്ട് വേറെ. അപ്പൊ അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് ആൾക്കാർ കേൾക്കും. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പറയുന്നത് കേൾക്കും. രാഷ്ട്രീയത്തിൽ അവർക്ക് അഭിപ്രായമുണ്ട്, അവർ പറഞ്ഞോട്ടെ. അവർ ഏതൊരു പൗരനെ പോലെ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ അവരുടെ ബൗണ്ടറി അവർ ക്രോസ് ചെയ്യുമ്പം ജനം പ്രതികരിക്കുന്നില്ലെന്നേ ഉള്ളൂ. അല്ല, അതിന്റെ അർത്ഥം വഴക്കുണ്ടാക്കാൻ പോകുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊന്നും ഈ പറയുന്ന പോലെ പിന്നെ ഞങ്ങളാണ് ഇവരെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജയിപ്പിക്കുന്നത് ഓരോ കാൻഡിഡേറ്റ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് വളരെ ഇത് റിഫൈൻഡ് ആകുന്നത്. നല്ല കാൻഡിഡേറ്റ്സിനൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു സമൂഹം കേരളത്തിൽ ഉറപ്പായിട്ടും വരും. അതായത് ഓരോ കാൻഡിഡേറ്റ്സിനെ ABC ഇരുത്തിയിട്ട് ഇയാൾ ഇന്നതാണെന്ന് ചിന്തിക്കുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ കേരളത്തിൽ സമയബന്ധിതമായി ഉണ്ടാകും വിശ്വസിക്കുന്ന ആളാണ്. അവിടെ എനിക്കൊരു ചെറിയ എതിരഭിപ്രായം ഉള്ളത്, ഈ ഇപ്പം നമ്മളൊരു ഓട്ടോറിക്ഷ വാങ്ങിച്ചാൽ അതിന് 200 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റില്ല. അത് ആ ഓട്ടോറിക്ഷയുടെ ഫണ്ടമെൻ്റൽ ഡിസൈനിൻ്റെ പ്രോബ്ലമാണ്. നമുക്ക് 200 കിലോമീറ്റർ സ്പീഡിൽ പോകണമെങ്കിൽ നമ്മൾ അതിന് പറ്റണ ഒരു വണ്ടി വാങ്ങിക്കാം. അപ്പം നമ്മുടെ ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിലും എനിക്ക് തോന്നുന്നത് ഇതുപോലൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഇലക്ട്രൽ സംവിധാനം എങ്ങനെയാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന് ചില പരിമിതികളുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഈ 30% വോട്ട് കിട്ടിയാൽ ജയിക്കാവുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് 70% ആളുകൾക്ക് എന്നെ താല്പര്യമില്ലെങ്കിലും ബാക്കി 70% വോട്ടുകൾ വിഭജിച്ചു പോയാൽ 30% കിട്ടിയാൽ എനിക്ക് ജയിക്കാം എന്നുള്ളൊരു അങ്ങനെ ധാരാളം പേര് ജയിക്കുന്നുണ്ടല്ലോ. ഇപ്പം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 10,000 വോട്ട് അടർത്തി മാറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ പ്ലഗ് ചെയ്യുന്നു. അപ്പോൾ ബേസിക്കലി പൊളിറ്റിക്കൽ പാർട്ടികൾ തന്നെ ഒരു വിഭജനത്തിൻ്റെ രീതിയിലാണ് ചിന്തിക്കുന്നത്, അല്ലാതെ ഒരു ഏകീകരിപ്പിക്കുന്ന രീതിയിലല്ല ചിന്തിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ പറയുന്ന ജാതി മതത്തിൻ്റെയൊക്കെ ഒരു സംഭവം എന്താ, ബേസിക്കലി അവർ സൊസൈറ്റിയിലുള്ള വിള്ളലുകൾ അവർക്ക് ഗുണകരമാക്കാൻ അവർ ശ്രമിക്കുകയാണ്, അല്ലാതെ ഇത് ഒന്നിച്ച് നിർത്തി നേടാനല്ല ശ്രമിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇലക്ഷൻ രീതി അതാണ്. 4 പേര് മത്സരിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളങ്ങ് ജയിച്ചു. അതിൽ ബാക്കി 3 പേരുടെയും കൂടെ ചേർന്നിട്ടുള്ള ഇവനോട് എതിരഭിപ്രായമുള്ള ആളുകളാണ് അപ്പുറത്ത് പോയത്. അപ്പോൾ അതിനൊരു വിലയില്ലാത്ത അതാ ഡിസൈനിൻ്റെ പ്രശ്നമാണല്ലോ. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ റാങ്ക്ഡ് വോട്ടിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് പലയിടത്തും ഉപയോഗിക്കാറുണ്ടല്ലോ. ഇപ്പം ബാർ കൗൺസിലൊക്കെ 1, 2, 3 ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ് വോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഈ പുതിയ പാർട്ടികൾക്ക് നമുക്ക് ഇപ്പം വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ റാങ്ക് വോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം നമ്മളൊരു സേഫ് ചോയ്സ് എടുക്കും. ഇപ്പോൾ കേരളത്തിലൊരു സിനാറിയോ, ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ധാരാളം ആളുകളുണ്ടാവും. പക്ഷേ ഇപ്പോൾ UDFന് അനുകൂലമായ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് എൻ്റെ വോട്ട് പാഴാക്കണ്ട, UDFന് കുത്തിയേക്കാം എന്ന് വിചാരിക്കുന്ന പോപ്പുലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ചും സംഭവിക്കാം. ഇപ്പോൾ സോളാറൊക്കെ കഴിഞ്ഞ സമയത്ത് പ്രോബബ്ലി ഇവരെ മടുത്തു, LDFന് കുത്തിയേക്കാം എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഈ മുന്നണി സംവിധാനത്തിൽ പോലും ഇപ്പോൾ ഒരു വലിയ ചർച്ചയാണല്ലോ. ഇപ്പം ഈ സീറ്റ് ഏത് മുന്നണിയിലുള്ള ഏത് പാർട്ടിക്ക് കൊടുക്കണം, വലിയ തർക്കം വരും. ഈ റാങ്ക്ഡ് വോട്ടിംഗ് ആണെങ്കിൽ 2 പേരും മത്സരിച്ചോട്ട്. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ഈ സെൻട്രൽ കേരളയിൽ കേരള കോൺഗ്രസും
കോൺഗ്രസും തമ്മിൽ സീറ്റ് വിഭജനത്തിൽ തർക്കങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങി. അപ്പോൾ ഈ റാങ്ക് വോട്ടിങ് രണ്ടുപേരും മത്സരിച്ചോട്ട്, കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചോട്ട്, മറ്റേ ആൾ മത്സരിച്ചോട്ട്. അതിനകത്ത് ഇപ്പോൾ കേരള കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ കേരള കോൺഗ്രസ്സുകാരൻ 1 കുത്തുന്നു, കോൺഗ്രസ് പാർട്ടിക്ക് 2 കുത്തുന്നു, കോൺഗ്രസ്സുകാരൻ 1 കുത്തുന്നു, കേരള കോൺഗ്രസ്സുകാരൻ 2 കുത്തുന്നു. ഈ സ്കീം ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടവൻ ജയിക്കുന്നു. അപ്പം അവിടെയാണല്ലോ ജനങ്ങളുടെ പ്രിഫറൻസ് കുറച്ചുകൂടെ പുറത്തേക്ക് വരിക. ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണി മാറാവുന്നത് പോലെ തന്നെ ഫ്ലെക്സിബിൾ ആണല്ലോ ജനങ്ങളുടെ മൈൻഡ്. ഇന്നലെ വരെ UDF ഇരുന്ന് LDF കുറ്റം പറഞ്ഞ പാർട്ടി സഡൻലി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അവിടുന്ന് ചാടി ഇപ്പുറത്ത് വരുന്നു. അവർക്ക് ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കാമെങ്കിൽ ജനങ്ങൾക്കും ആ ഫ്ലെക്സിബിലിറ്റി വേണമല്ലോ. അപ്പം ഈ താങ്കൾ ഈ പറഞ്ഞ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ഇലക്ട്രൽ സംവിധാനത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ നല്ല സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് മാത്രം ജയിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയൊക്കെ 10 കൊണ്ടേ ഇവിടെ സീറ്റ് കിട്ടിപ്പോയേനെ. അപ്പം ഈ സംവിധാനം കൂടി മാറ്റേണ്ടതായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യത്തിലുള്ള ചേഞ്ച്. ഇപ്പം നമ്മൾ ജനാധിപത്യ രാജ്യമാണ് നാഴിക 40 വട്ടം പറയുമ്പോൾ അടിസ്ഥാനപരമായ ചേഞ്ച്, ഐഡിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ടോ? തീരെയില്ല. ഇല്ല. അപ്പം ഉദാഹരണം പറഞ്ഞാൽ കമ്മ്യൂണിസത്തെ പറ്റി നമ്മൾ സംസാരിക്കുന്നു, എന്താണ് കമ്മ്യൂണിസം എന്ന് പഠിപ്പിക്കുന്നില്ല. ഗാന്ധിസത്തെ പറ്റി, സ്വരാജ് സങ്കല്പത്തെ അതിനെപ്പറ്റി പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ ഐഡിയോളജിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. കാരണം ഐഡിയോളജിക്കൽ എഡ്യൂക്കേഷൻ കൊടുത്താൽ ഈ ജനം തിരിച്ച് ചോദിക്കും. തോക്കിൻ്റെ മൊന കഴുത്ത വെച്ച് ചോദിക്കണം, നീ പഠിപ്പിക്കുന്ന ഇതാണ്, നീ ചെയ്യുന്ന ഇതാണെന്ന് ചോദിക്കും. അപ്പം ജനാധിപത്യത്തിൽ ഘടനാപരമായ ഒരുപാട് മാറ്റം വേണം. ഇപ്പോൾ ഭരണഘടന എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇരുമ്പുലക്കൊന്നുമല്ല, ചേഞ്ച് ചെയ്യുക. ഭരണഘടനയ്ക്ക് അമെൻമെൻറ്റ് ഉണ്ടല്ലോ, അമെൻമെൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അന്ന് സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ എന്താ പറയുക ആശയങ്ങൾ, അല്ല അവരുടെ അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങൾ, അത് ആഗ്രഹിക്കുന്ന തരത്തിലോട്ട് ജനാധിപത്യത്തെ മാറ്റിയെടുക്കാനായിട്ട് ഭരണപരമായ സംവിധാനത്തിലുള്ള ആൾക്കാർ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ അധികാരം ഇപ്പം UDF അധികാരത്തിലേക്ക് വരുമെന്ന് വെച്ചോളൂ. UDF അധികാരത്തിൽ വരുമ്പം നോക്കിക്കോളൂ, ആദ്യത്തെ ഏറ്റവും മിനിമം, ഞാനൊരു ലീഗൽ പ്രാക്ടീഷണർ ആയതുകൊണ്ട് എനിക്കറിയാം. ഇപ്പം നമ്മുടെ സർക്കാർ പ്ലീഡർമാരുണ്ട്, LDF അപ്പോയിൻ്റ് ചെയ്ത സർക്കാർ കോടതികൾ പ്ലീഡേഴ്സ് ഉണ്ട്. 5 വർഷം കഴിയുമ്പോൾ അവരെ മാറ്റും. UDF അധികാരത്തിൽ വന്നാൽ പിന്നെ ഒരു 1.5 വർഷം കൂടെ ഈ LDF വെച്ചവർ തുടരും. കാര്യം എന്താ പറയുമോ, അതുപോലും മാറ്റിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ അടിയും ബഹളവും അതിനകത്ത് കിടക്കും. കാരണം അധികാരത്തിൽ വരുന്ന എന്തിനു വേണ്ടി, എൻ്റെ സ്ഥാനം, എനിക്ക് കിട്ടുന്ന പൊസിഷൻ ഇത് ഉറപ്പിക്കാനാണ്. ഫോക്കസ് എന്ന് പറയുന്നത് ജനങ്ങളോടും ജനങ്ങളുടെ പ്രശ്നങ്ങളോടും ഇതിനെ മനോഹരമാക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അധികാരത്തിൽ വന്ന അന്ന് മുതൽ നമ്മുടെ അവൻ എന്ത് കൊടുത്തു, ഇവൻ എന്ത് കൊടുത്തു, ആ പ്രശ്നം, ഈ പ്രശ്നം, സംഘടനാ പ്രശ്നം, ഇതാണ്. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുകയോ ഇത്തരം വിഷയങ്ങൾ ആഗ്രഹിക്കുകയോ അതിന് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുകയോ ചെയ്യാൻ ലീഡേഴ്സിനൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അതിനുള്ള സമയവും ഇല്ല. അകത്തെ പ്രശ്നം തീർത്തിട്ടുണ്ട്, പുറത്തെ പ്രശ്നം തീർക്കും. അപ്പം ജനാധിപത്യപരമായ ഘടനാപരമായ ഒരുപാട് മാറ്റം ഇന്ത്യയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മൾ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആം ആദ്മി പാർട്ടിക്ക് അങ്ങനത്തെ ഒരു റോള് ഏറ്റെടുക്കാവുന്നതല്ലേ? തീർച്ചയായിട്ടും. അല്ല, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞു, ഞാൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പറയാം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞ നിയമമുണ്ടല്ലോ, അറിയാമല്ലോ, വിവരാവകാശ നിയമം. ആ നിയമത്തിൻ്റെ പരിധിയിൽ ഇന്ത്യൻ പൊളിറ്റിക്സുകാരുടെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഫണ്ട് അതിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ഇപ്പോഴും ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഏക രാഷ്ട്രീയ നേതാവ് അരവിന്ദ് കെജ്രിവാളാണ്. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ആക്ടിൽ കൊണ്ടുവരണം. ഇപ്പോൾ ഞാനൊരു കാര്യം, ഇപ്പം ഞാനത് പാർട്ടി പ്രവർത്തനം നിലയിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എനിക്ക് പറയാൻ കിട്ടുന്നൊരു വേദി കൂടെയാണ് അങ്ങ് എനിക്ക് തന്നത്. പിന്നെ പൊളിറ്റിക്കൽ ഫണ്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് ഏതാണ്ട് 24 ലക്ഷം രൂപ എങ്ങാണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ചെലവഴിക്കാൻ വെച്ചിരിക്കുന്ന തുക. അതിൻ്റെ ഒരു 4 ഇരട്ടി ചെലവഴിക്കും. 4 അല്ല, 1 കോടി രൂപ ഞാൻ ചോദിക്കുന്ന ഒരു 1-2 കോടി രൂപ ചെലവഴിക്കും. 2 കോടി രൂപ മുടക്കി ഒരു അസംബ്ലി സീറ്റ് ഒരാൾ വാങ്ങിക്കണമെങ്കിൽ ഈ 2 കോടി രൂപ തിരിച്ചു പിടിക്കണമല്ലോ. ഇപ്പം നമുക്കറിയാം 80 ലക്ഷം 1 കോടി രൂപ കൊടുത്താണ് മാനേജ്മെൻറ്റ് സീറ്റിൽ ഒരു ഡോക്ടർ MBBS ഒരു കൊച്ച് ഡോക്ടർ സ്ഥാനം. അപ്പോൾ അവളെ ഈ 1 കോടി രൂപ കൊടുത്ത് വാങ്ങുന്നത് എന്തിനാണ്? 1 കോടി രൂപ എനിക്ക് പിന്നീട് കിട്ടും എന്നുള്ള ധാരണയിലാണ്. ഇപ്പോൾ 70 ലക്ഷം രൂപ കൊടുത്ത് നമ്മളൊരു UGC ശമ്പളം കിട്ടുന്ന ഒരു അധ്യാപക നിയമനത്തിന് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഇത്ര വർഷം ജോലി ചെയ്ത് കിട്ടുന്നത്. ഇത് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റാണ് പൊളിറ്റിക്സ്. അപ്പോൾ ഈ രീതിയിലാണ് അവിടെ അരവിന്ദ് കെജ്രിവാൾ വെച്ചിട്ടുള്ള ഒരു ആശയമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കും, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയും, എന്നാൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരേ സമയം പ്രതിസന്ധിയും, എന്നാൽ ഒരേ സമയം അഭിമാനകരമായ കാര്യം എന്താ പറയുക, ഞങ്ങൾക്ക് 1 രൂപ പോലും
ഒറ്റ രൂപ പോലും ഞങ്ങൾക്ക് റെസിപ്റ്റ് കുറ്റി അടിച്ച് ഈ കടകളിൽ നിന്ന് പിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് 1 രൂപ പിരിക്കും. ഇപ്പം നമ്മുടെ നിയമസഭാ ഇലക്ഷൻ മത്സരത്തേക്ക് ആം ആദ്മി പാർട്ടി മത്സരത്തിലേക്ക് പോകുക. കാൻഡിഡേറ്റ്സിന് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ മത്സരിക്കും. അപ്പുറത്ത് 2 കോടി രൂപ ചിലവഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ചിലവഴിക്കാൻ തുകയില്ല. ഞങ്ങൾക്ക് വേണേൽ റെസിപ്റ്റ് കുറ്റിയായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ട് കാശ് വരും, പക്ഷേ കഴിയില്ല. ഞങ്ങൾക്ക് 1 രൂപ പിരിക്കണമെങ്കിൽ നാഷണൽ അക്കൗണ്ട് വഴി മാത്രമേ പിരിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. സ്പോൺസർഷിപ്പ് എന്ന് വെച്ചാൽ ഇപ്പം കെന്നി പറയുകയാണ് വിനോദിന് മത്സരിക്കുകയാണെങ്കിൽ വിനോദിന് ഞാൻ 25,000 രൂപയുടെ, അപ്പോൾ ഞാൻ പറയുകയാണ് ക്യാഷായിട്ട് ഞാൻ വാങ്ങുന്നില്ല, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഞാൻ ഇന്ന സ്ഥലത്താണ് മത്സരിക്കുന്നത്, അവിടെ എനിക്ക് ഇന്ന വിഷയത്തിൽ ഇത്ര ചിലവ് വരും, ആ ചിലവ് വരുന്ന ബില്ല് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരികയാണ്, നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ആ ബില്ല് തന്ന കടകളിലേക്ക് സെറ്റിൽ ചെയ്യണം. ഞാൻ ഇടനിലക്കാരനല്ല. ഇതൊരു ഭയങ്കര മാറ്റമല്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്സിലെ ഭയങ്കര മാറ്റമല്ല. ഏറ്റവും പ്രധാന പ്രശ്നം, കാരണം ഞങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കിയിരിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. ഇപ്പം ഞങ്ങൾ സംഭവം ഞങ്ങൾക്ക് NRIസിൻ്റെ ഫണ്ട് ഡയറക്റ്റ് ഭയങ്കര പ്രശ്നമാണ്. കാരണം പിന്നെ വാങ്ങാൻ പറ്റത്തില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പം ഞങ്ങൾക്ക് പാസ്പോർട്ട് നമ്പർ കൊടുക്കണം, പ്രോപ്പർ അക്കൗണ്ടിലൂടെ മാറ്റിയേ പറ്റുള്ളൂ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു മണ്ട നിയമമാണ്. അപ്പം ഞങ്ങൾ പൂട്ടാൻ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ 1 രൂപ പോലും, ഒറ്റ സിംഗിൾ പൈസ പോലും ഞങ്ങൾക്ക് പാർട്ടിയുടെ നേതൃത്വം അറിയാതെ പാർട്ടിയുടെ അക്കൗണ്ട് വഴി അല്ലാതെ വാങ്ങാൻ കഴിയില്ല. ഇതൊരു അങ്ങ് ചോദിച്ച ചോദ്യത്തിന് വലിയ ആൻസറുണ്ട്. അങ്ങ് ചോദിച്ചത് ജനാധിപത്യപരമായി ഭരണഘടനാപരമായി ഏറ്റവും വലിയ ചേഞ്ചാണ് സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ നമ്മുടെ പൊളിറ്റിക്സിൽ, അല്ലേ? പണം. ആ പണത്തിനകത്ത് മാതൃക കാണിച്ചൊരു പാർട്ടിയാണ് ആം ആദ്മി. അത് ആം ആദ്മിക്ക് അത് പറ്റുമെങ്കിൽ ബാക്കി എല്ലാം പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഈ റെസീറ്റ് കുറ്റിയുടെ കാലമൊക്കെ കഴിഞ്ഞോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, പണ്ടൊക്കെ ചെറുതായിരുന്നപ്പോൾ പാർട്ടിക്കാർ പിരിവിനൊക്കെ വരുമായിരുന്നു. ഇന്നലെ തന്നെ ഇപ്പം അങ്ങനെ പിരിവിനൊന്നും ആരും വരാറില്ല. ഇന്നലെ തന്നെ എനിക്ക് കേട്ടില്ലേ, പിന്നെ കണ്ണൂരിൽ നിന്ന് ഒരു പാർട്ടി സഖാവ് വന്നിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ സംസാരിക്കുന്ന ഒരു രക്തസാക്ഷിയുടെ പുറത്ത് കാശടിച്ചു മാറ്റി. ഇത് അപ്പം എന്താണ് രാകേഷ് എന്ന് പറയുന്ന അവിടുത്തെ ഇപ്പോഴത്തെ കണ്ണൂരിൻ്റെ നേതാവ് KK രാകേഷ് അല്ലേ? അദ്ദേഹം പറഞ്ഞത് അങ്ങനെ സംഭവമില്ല, തീർന്നു. ഇത് എവിടെയെങ്കിലും ഇനി ചോദിക്കാൻ പറ്റൂ? പാർട്ടി ഇത് സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സത്യത്തെ കണ്ണട ചിരിട്ടാക്കുകയല്ലേ, ഇത് ചോദിക്കാൻ പറ്റുമോ? പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാൾക്ക് പോലും ഇങ്ങനൊരു അഭിപ്രായം പറയാൻ കഴിയും. വിനോദ് മാത്യു സംസ്ഥാന പ്രസിഡന്റായി, ഇന്ന സ്ഥലത്ത് വിനോദ് മാത്യുവിന് ഇത്ര രൂപ വാങ്ങിച്ചു എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കത്തില്ല. ഒരാൾക്കും അതിനെപ്പറ്റി കാരണം ഒരു ആരോപണം പോലും വരാൻ സാധിക്കത്തില്ല. കാരണം 3 വർഷമായി സംസ്ഥാന പ്രസിഡന്റായിട്ടിരിക്കുന്നു. ഒറ്റ ഒരാൾക്ക് ഈ 3 വർഷത്തിനിടയ്ക്ക് പറയാൻ കഴിയില്ല വിനോദ് മാത്യു വിൽസൺ പാർട്ടി നേതൃത്വം അറിയാതെ ഇത്ര രൂപ സംസ്ഥാന പ്രസിഡന്റല്ലേ എൻ്റെ ഇത് വാങ്ങിച്ചു എന്ന് ഒരാൾക്കും ഈ നിമിഷം വരെ പറയാൻ കഴിയില്ല. അത് വിനോദ് മാത്യു വിൽസനെതിരെയും പറയാൻ കഴിയില്ല, ഇതിന് തൊട്ട് മുമ്പിൽ PCCനെതിരെയും പറയാൻ കഴിയില്ല, സാറാ ജോസഫിനെതിരെയും പറയാൻ കഴിയില്ല, CR നീലകണ്ഠനെതിരെയും പറയാം, ഇനി വരാൻ പോകുന്ന സംസ്ഥാന പ്രസിഡന്റിനെതിരെയും പറയാൻ കഴിയില്ല. അല്ല, ഇപ്പോൾ പാർട്ടികളുടെ കേസിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ കുഴപ്പമെന്ന് പറയുന്നത് പാർട്ടികളുടെ ഫണ്ടിങ് എല്ലാം സിംഗിൾ പോയിന്റ് ഫണ്ടിങ് ആയി. അതായത് അവർ റെസീറ്റ് കുറ്റി അടിച്ചൊന്നും അല്ല പാർട്ടിയുടെ പ്രധാന ഫണ്ടിങ്. അല്ല, റെസീറ്റ് കുറ്റി മാത്രമല്ല ഞാൻ പറഞ്ഞത്. റെസീപ്റ്റ് കുറ്റി അല്ലാതെ നമുക്ക് വലിയ ബിസിനസ്സുകാരെ കണ്ട് ഇപ്പം ഒരു രസകര കാര്യം പറയാം. കോഴിക്കോട് ഞങ്ങളുടെ ഒരു ജില്ലാ പ്രസിഡന്റ് ഞങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തനത്തിന് ഒരു സ്ഥലത്തും കാശ് പിരിക്കാൻ പോയി, കാശ് വാങ്ങാൻ പോയി, വാങ്ങാൻ ചെന്നപ്പം അവർ പറഞ്ഞു, അപ്പം നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് ക്യാഷ് വേണം ഓൾറെഡി. അപ്പം നമ്മൾ പറഞ്ഞു പക്ഷേ ക്യാഷ് ഞങ്ങൾക്ക് തരുമ്പോൾ അക്കൗണ്ട് വഴി തരണം. ഏതാ? നാഷണൽ അക്കൗണ്ട് വഴി. അപ്പോൾ അതിന് ചില പ്രൊസീജിയറുണ്ട്. അതായത് നാഷണൽ അക്കൗണ്ട് വഴി വാങ്ങുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു വലിയ ബിസിനസ് സ്ഥാപനത്തിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിൽ ഒരാൾ തീരുമാനിച്ച അക്കൗണ്ട് വഴി കാശ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അവിടുത്തെ മാനേജർ വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് 20,000 ക്യാഷിന് എടുത്ത് തരാൻ പറ്റും, അത് ചുമ്മാ എഴുതിയിട്ടാൽ മതി. പക്ഷേ അക്കൗണ്ട് വഴി കൊടുക്കുമ്പോൾ അവർക്കൊരു റെസൊല്യൂഷൻ ഉണ്ടാവും, അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടി തീരുമാനം എടുക്കണം. ഞങ്ങൾക്ക് നാഷണൽ അക്കൗണ്ടിലേക്ക് ഒരു വലിയ ബിസിനസ് സ്ഥാപനത്തിന് കാശ് വാങ്ങിക്കുമ്പോൾ ഇതെല്ലാം ഈ ഡോക്യുമെൻ്റ് എല്ലാം ആവശ്യമാണ്. എന്നാൽ ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് കാശ് ചോദിക്കുകയാണെങ്കിൽ അവരിതൊന്നും തരാൻ തയ്യാറുമല്ല. അവർ പറയുന്നത് കാശൊക്കെ തരാം, ഇനി ഇതിൻ്റെ കൂടി ഇനിയും ഞങ്ങൾ ഒരു ഡയറക്ടർ ബോംബെയിൽ, ഒരു ഡയറക്ടർ അവിടെ, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾക്ക് കാശ് കിട്ടിയില്ല, ഞങ്ങൾക്ക് കാശ് വാങ്ങാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അയാൾ തന്നെ പറഞ്ഞ് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ ഡയലോഗ്, ഇത് വല്ലാത്തൊരു കൊനഷ്ട പരിപാടിയാണല്ലോ. കാരണം ഇന്നലെ ഒരു പാർട്ടി നേതാവ് വന്നു ഞങ്ങൾ ഇവിടെ, അപ്പം ഞങ്ങൾ പറഞ്ഞ് എന്തോ ഒരു കാര്യത്തിന് പറഞ്ഞ്, അപ്പോൾ അവർ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കാശ് തരുവാണെങ്കിൽ അക്കൗണ്ട് വഴി വേണ്ട കേട്ടോ, ക്യാഷായിട്ട് മതി. കാരണം ക്യാഷായിട്ട് 25,000 രൂപ കിട്ടിയാലേ 5,000 രൂപ പോക്കറ്റ് വെച്ച് ബാക്കി കൊടുക്കാൻ പറ്റുള്ളൂ, റെസീപ്റ്റ് പോലും ഇല്ല. അപ്പോൾ അവർ തന്നെ അത്ഭുതപ്പെടുകയാണ് ഇങ്ങനൊരു സംവിധാനം. അത് ഏറ്റവും ഞാൻ പറയുന്നത് നമ്മുടെ ജനാധിപത്യ പാർട്ടികളിൽ എല്ലാം ഈ രീതിയിലായി കഴിഞ്ഞാൽ എന്തുമാത്രം മനോഹരമാണെന്ന് ആലോചിക്കുക. എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ ശേഷം കൊല്ലം ലോക്സഭയായിട്ട് ജയിച്ച NK പ്രേമചന്ദ്രൻ സാറിൻ്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് തുകയെപ്പറ്റി മനോരമ പത്രത്തിൽ പിറ്റേ ദിവസം വാർത്ത വന്നു, ഇത്ര ലക്ഷം രൂപയാണ്. ഞാൻ ഞെട്ടിപ്പോയി. 13 ലക്ഷം രൂപയാണ് NK പ്രേമചന്ദ്രൻ സാറിൻ്റെ പിന്നെ ചെലവിലേക്ക്, അതായത് ഇലക്ഷൻ ചെലവിൽ കൊടുത്തിരിക്കുന്ന, ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന തുക 13 ലക്ഷം രൂപ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചുമ്മാ ഇറങ്ങി ആ കുണ്ട്രയിലെ മുഴുവൻ 10 പഞ്ചായത്തുണ്ട്, അതായത് 8 പഞ്ചായത്തുണ്ട്,
8 പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിലെ പോസ്റ്റർ എണ്ണിക്കഴിഞ്ഞാൽ 13 ലക്ഷം രൂപയേക്കാൾ കൂടുതലുണ്ട്. അത് ആരെ കബളിപ്പിക്കുന്നത്? ഇത് ആരെ പൊട്ടനാക്കുന്നത്? അപ്പോൾ ഇതെല്ലാം ചേഞ്ച് ചെയ്യണം. ആ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾക്ക് അത് സ്വീകരിക്കാൻ വേണ്ട ഒരു സ്ട്രക്ചർ ഇവിടെ ഇല്ല. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഇലക്ഷനിൽ മത്സരിച്ചത് കൊണ്ട് മാത്രം ആ മാറ്റം വരില്ല. നമുക്ക് ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രീതി തന്നെ ഒരു പക്ഷേ മാറ്റേണ്ടി വന്നേക്കാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കിയാൽ നമുക്കൊരു കാര്യം അറിയാം, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറും ഒരു പ്രഹസനമായി മാറിയിട്ടുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നാം. നമ്മൾ എന്തൊക്കെ ചെയ്താലും അധികാരത്തിലിരിക്കുന്നവർക്ക് മാറ്റം വരുന്നില്ല. അധികാരത്തിലിരിക്കുന്നവർക്ക് മാറ്റം വന്നാലും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റം വരുന്നില്ല. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ജീവിത തിരക്കുകളാണല്ലോ, രാവിലെ തൊട്ട് പണി ചെയ്യുവാണല്ലോ, നമുക്കിതൊന്നും ശ്രദ്ധിക്കാനോ ചിന്തിക്കാനോ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു അടിമകളായി ഭൂരിഭാഗം ജനങ്ങളും മാറിയിട്ടുണ്ടോ എന്നുള്ളതും ഒരു വലിയൊരു പ്രശ്നമാണ്. അല്ല, അടിമകളായി മാത്രമല്ല, അങ്ങ് പറഞ്ഞതിനകത്ത് കുറച്ചും പറഞ്ഞതിനകത്ത് വലിയൊരു ഒരു ആൻസർ ഞാനത് പറയാൻ മനസ്സിൽ കരുതിയൊരു കാര്യം. അതായത് മൊത്തം വോട്ട് ചെയ്യുന്ന എത്ര ശതമാനം ആൾക്കാരാണ് ഇന്ത്യയിൽ? 60%. നമ്മളിപ്പോൾ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷൻ നോക്കി 69% കേരളത്തിൽ വോട്ട് ചെയ്യുന്നത്. കേരളത്തിലോട്ടൊക്കെ ഇച്ചിരി കൂടുതലാണ്, 60-70 കൂടുതൽ. 30% ആൾക്കാർ വോട്ട് ചെയ്യുന്നില്ല. ഈ 69% ആൾക്കാർ വോട്ട് ചെയ്തതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്ന ആളാണ്. അതായത് ABCക്ക് വോട്ട് ഉള്ളതിനേക്കാൾ കൂട്ടിയാലാണ് ഏറ്റവും കൂടുതൽ അപ്പുറത്ത് നിൽക്കുന്നത്. അതിൽ കുറച്ച് ആൾക്കാരാണ് ഇപ്പുറത്ത് ജയിക്കുന്നത്. അപ്പോൾ ഇതിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അടിമകളല്ലാത്ത, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ വിഷനുള്ള, ലോകം കാണുന്ന, ഭയങ്കരമായി ചിന്തിക്കുന്ന, എഴുതുന്ന, അല്ലെങ്കിൽ ഇതിനെ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്നും വോട്ട് ചെയ്യാൻ പോലും വരുന്നില്ല. അവർ ഇലക്ഷൻ ആകുമ്പോൾ എനിക്കറിയാം, നമ്മളിപ്പം വർക്കല, പരൂരൊക്കെ പോയിട്ട് സായിപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അമേരിക്കൻ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അമേരിക്കൻ സിറ്റിസൺസ് ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് തിരികെ പോയവർ, യൂറോപ്യൻസ് ഇവിടെ നിൽക്കുന്ന സമയത്ത് അവരുടെ ഇലക്ഷനൊക്കെ അവരിവിടുന്ന് തിരികെ പോയി വോട്ട് ചെയ്ത് തിരിച്ചു വരും. കാരണം അവനറിയാം ഈ വിരൽത്തുമ്പിൽ മഷി പുരട്ടുന്നത് ചുമ്മാ പുരട്ടി വോട്ട് ചെയ്യാനുള്ളതല്ലെന്നും ആത്യന്തികമായ മുഴുവൻ സിസ്റ്റത്തെയും ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ വോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ന്യൂയോർക്ക് മേയറായിട്ടുള്ള ആളെങ്ങനെയാണ്, അയാൾ അങ്ങനെ വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ മുഴുവൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇപ്പോൾ കണ്ടാണ്. ഒറ്റയ്ക്കൊരു പ്ലക്കാർഡ് പിടിച്ച ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചു തുടങ്ങിയ ആളാണ്. അദ്ദേഹത്തിന് അതിനകത്ത് ക്യാമ്പയിൻ്റെ സ്ട്രാറ്റജി വേറെയായിട്ട് അദ്ദേഹത്തിൻ്റെ പുറത്ത് വലിയ ടീമുണ്ടായിരുന്നു. പക്ഷേ ആ വ്യത്യസ്തതയെ അംഗീകരിച്ചു ജനം ഒരു സമയം എത്തിയപ്പോൾ. ഇവിടെ നാളെ മുതൽ ഞാനൊരു പ്ലക്കാർഡും പിടിച്ച സ്ഥലത്ത് വട്ടണമെന്ന് പറയും. പക്ഷെ അതിനകത്തൊരു കുഴപ്പമുള്ളത്, ഇപ്പം ഈ സോറാൻ മംദാനിയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. ഈ അതുപോലെയുള്ള ക്യാരക്ടേഴ്സിനും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിയുടെ ഞാൻ അതിനെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരുന്നു. ഞാനൊരു ചീത്ത കേട്ടൊരു പോസ്റ്റാണ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ വാഗ്ദാനങ്ങളൊന്ന് അനലൈസ് ചെയ്തു. ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അനാലിസിസ്. അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും പുള്ളിയുടെ പവറുള്ള കാര്യമല്ല പുള്ളി പറയുന്നത്. അപ്പോൾ അതൊരു കുഴപ്പമാണ്. പറഞ്ഞു പറ്റിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ഞാനതൊരു വർഷം കഴിയുമ്പോൾ ഞാൻ അതിനൊരു ഒന്നുകൂടെ ഞാൻ ഇതൊക്കെ നടന്നോ ഇല്ലയോ എന്നൊരു പോസ്റ്റ് ഞാൻ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ കാണുന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു നേതാവിൻ്റെ പേര് പറയുന്നില്ല, ഒരു പോസ്റ്റ് കണ്ടു, വിലക്കയറ്റം ഞങ്ങൾ തടയുമെന്ന്. അപ്പോൾ ഈ വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഒന്നെങ്കിൽ നമ്മളെ പറഞ്ഞു പറ്റിക്കുക, അല്ലെങ്കിൽ ബേസിക്കലി നമ്മുടെ ഈ എക്കോണമി എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ഒരു ധാരണയില്ലാത്ത ഒരാളെ അത് പറയുള്ളൂ. കാരണം വിലക്കയറ്റം എന്ന് പറയുന്നതിനകത്ത് ഇവർക്ക് എന്താ റോളുള്ളത്? ഒരു റോളും ഇല്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഇത് പറയുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ലല്ലോ. വിലക്കയറ്റം അവരെങ്ങനെയാണ് തടയുന്നത്? അവർക്ക് എന്ത് പവറാണ് ഉള്ളത്? ഒരു MLA MP എന്ത് പവറാണ് ഉള്ളത്? ഇപ്പം ഞാൻ നമ്മുടെ നാട്ടിൽ എപ്പോഴും ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ് റോഡ്. അപ്പം നമ്മുടെ MLA മോൻസ് ജോസഫാണ്. അവിടെ ഒരു ബൈപ്പാസ് പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചർച്ച നടക്കും. അപ്പോൾ ഈ MLAയുടെ തലയിലാണ് ഈ ബൈപ്പാസിൻ്റെ പഴി മുഴുവൻ ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. MLAക്ക് അതിൽ നിയമപരമായി യാതൊരു റോളും ഇല്ല. അപ്പോൾ MLA കാല് പിടിക്കണം, MLA ഓഫീസിൽ പോയി പുഷ് ചെയ്യണം, അങ്ങനെയൊക്കെ ആൾക്കാർ ഇച്ചിരൂടെ അറിയാവുന്നവർ പറയുന്നത്. അതൊക്കെ പുള്ളി കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഭൂരിഭാഗവും ജനവും റോഡ്, തോട്, പാലം എല്ലാം MLAയുടെ MPയുടെ ഒക്കെ എന്തോ ഒരു സംഭവമാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു കുഴപ്പം കൂടെ അതിനകത്തുണ്ട്. ഇതിങ്ങനെയല്ല എന്ന് തുറന്നു പറയാൻ അവർക്ക് പറ്റുന്നുമില്ല. കാരണം അവർക്കും പേടിയാണ്, വോട്ട് പോകുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ്. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ വില്ലന്മാർ ഒളിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ റോഡ് പണി നടക്കുന്നില്ല? അതിന് കൃത്യമായ കാരണമുണ്ട്. നമ്മളതിൻ്റെ ഫയൽ തപ്പിപ്പോയാൽ നമുക്കറിയാം. പക്ഷെ അത് ഭരണപരമായ തീരുമാനം, അതെ, എക്സിക്യൂട്ടീവ് തീരുമാനമുണ്ട്. തീരുമാനം ചിലപ്പോൾ വന്നു കാണും, പക്ഷെ അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നില്ല. അത് ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ജനങ്ങൾക്കില്ല. അതൊരു വലിയ കുഴപ്പമാണ്. അപ്പോൾ എനിക്കൊരു റോഡ് കൊണ്ട് തന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു MLAയെ മാറ്റി കുത്തുന്നതിനകത്ത് യാതൊരുവിധ കാര്യവുമില്ല. സത്യത്തിൽ MLAയുടെ ജോലി എന്താ?
നിയമനിർമ്മാണം പക്ഷേ ഏത് MLA നിയമനിർമ്മാണത്തെ കുറിച്ച് പങ്കെടുക്കുന്നത്? അവിടെ എത്ര പേര് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നുണ്ട്? ഒന്ന് പറഞ്ഞ് രണ്ടര മറ്റേ ഗരാവ് ഇറങ്ങി പോരുമല്ലേ. നിയമങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ലല്ലോ. പക്ഷേ എന്നാൽ എപ്പോഴും പാർലമെന്റ് കൂടുമ്പോഴോ നിയമസഭ കൂടുമ്പോഴോ ഒക്കെ കുറേ നിയമങ്ങളൊക്കെ അങ്ങ് പാസ്സായി പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് വാർത്തകൾ മര്യാദയ്ക്ക് വരാറുണ്ട്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ 72 ബില്ലുകൾ പാസ്സായി. ആർക്കെങ്കിലും അറിയോ? ഏതാന്ന് ഒരു 4 എണ്ണം പറയാൻ പ്രബുദ്ധ മലയാളിക്ക് സാധിക്കത്തില്ല. ബില്ലുകൾ പാസ്സാവുന്ന അറിയോ? രസമാണ്. ബില്ലുകൾ പാസ്സാകുന്ന ഇവരങ്ങ് വോക്കൗട്ട് ചെയ്ത് പോകും. പിന്നെ ശബ്ദ വോട്ടോട് കൂടി പാസ്സാക്കിയിട്ട് അവിടുത്തെ നിയമസഭാ സെക്രട്ടറി ഉണ്ടല്ലോ, അവർ പാസ്സാക്കി വിടുക. എത്ര നിയമങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ തലയ്ക്ക് മേലെ ഉണ്ടെന്നറിയോ? ഒരു ഡിസ്കഷൻ അത് ഡിസ്കഷൻ ഒക്കെ നിയമസഭയിൽ നടക്കുന്നില്ല, മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഒരു പീഡനമാണെങ്കിൽ നമ്മൾ ഒരു മാസം ചർച്ച ചെയ്യും. ഞാൻ പറയുന്നത് വൈകിട്ടത്തെ പ്രൈം ടൈം ചർച്ചകളൊക്കെ ഇന്ന് നിയമസഭയിൽ പാസ്സായ നിയമങ്ങൾ ഇതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത വ്യൂവർഷിപ്പ് അല്ല അതിന് ഞാൻ പലപ്പോഴും ഇവരെ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ആഗ്രഹമായിരിക്കും. ഞാൻ പറയുന്നത് ഈ എഡിറ്റോറിയൽ എല്ലാവരും ഇപ്പോൾ ഒരു ന്യൂസ് ചാനലിൽ പീഡനം കാണിച്ചാൽ അവരവിടെ അങ്ങോട്ട് പോകും. അപ്പോൾ ബാക്കിയുള്ളവൻ വൈകിട്ട് ഇതും കൊണ്ടിരുന്ന അവന് ആൾ കിട്ടത്തില്ല. അപ്പോൾ ഒന്നുകിൽ ഇവരെല്ലാം കൂട്ടായിട്ട് തീരുമാനിക്കണം, എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കണം. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതും ഒരു തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്കിപ്പം പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ എങ്ങനെയാണ് വൈകുന്നേരം ഒന്ന് TV ഓണാക്കുക? ഈ ചർച്ചയൊന്നും ഒഴിവാക്കിയിട്ട് നമുക്കൊരു കാര്യം കാണാൻ പറ്റില്ലല്ലോ. സേഫായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വല്ല സിനിമ കാണുന്നതാണ്, വാർത്ത കാണുന്നതൊക്കെ കുറച്ചുകൂടെ സേഫ്.